ഇതര മുഖവുരകൾ കൂടാതെ വായിച്ചാരംഭിക്കാം. റെവലേഷൻ ചാപ്റ്റർ 12. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഒരു ചെറിയ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അത് നമ്മുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളിൽ ഒരാൾ തന്ന ഒരു നിർദ്ദേശമാണ്. ബ്രദർ രാജേഷ്, അദ്ദേഹം ഇന്നലെ കണ്ട മെസ്സേജിനെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക ഡൗട്ട് മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിൽ നിരവധി സുഹൃത്തുക്കളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ്. നമ്മുടെ ഇവിടെയുള്ള ഈ കൂടിവരവ് നിമിത്തം ആയിരക്കണക്കിനായ ആളുകളാണ് ദൈവവചനം കേൾക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഞങ്ങൾ ലൈവ് ചെയ്യാൻ പ്രത്യേക സ്റ്റുഡിയോയും സംവിധാനവും ഒക്കെ ചെയ്തിട്ടുണ്ട് നാട്ടിൽ. അതിനുള്ളിലിരുന്നാണ് സാധാരണ ബൈബിൾ ക്ലാസ്സുമൊക്കെ ഉണ്ട്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു വിഷയത്തോട് പ്രതികരിക്കാൻ ബഹുമാന്യനായ സുരേഷ് പാസ്റ്റർ വീട്ടിലാണ് ഞാൻ അല്പസമയം ചിലവഴിച്ചത്. പക്ഷേ ആ ലൈവ് 77,000 ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെ ഇവിടെ വന്നത് അനേകർക്ക് തിരുവെഴുത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ടെത്താൻ ഒരു വഴിയായി. എല്ലാത്തിനായും കർത്താവിന് സ്തോത്രം. ബദർ രാജേഷിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ച നല്ല യൗവനക്കാരന് നന്ദി. ഇത് വലിയൊരു പ്രചോദനമാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മറ്റു പല വഴിക്ക് പോകുമ്പോൾ ഈ ദൈവവചനം കേൾക്കാൻ 1-1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. എനിക്കുണ്ട് പ്രതിഫലം, നിങ്ങൾക്കുണ്ട് പ്രതിഫലം. വചനത്തിൽ തന്നെ പറയാണ്, വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അതിൻ്റെ വചനം പ്രമാണിക്കുന്നവനും ഒരുപോലെ ഭാഗ്യവാൻ. അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തെല്ലാം ചെയ്തോ അതെല്ലാം ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്നലെ ചോദിച്ച ആ ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു 7 മലകളും 7 രാജാക്കന്മാരും. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവചനത്തിന് പല നിവൃത്തികളുണ്ട്. പല നിവൃത്തികൾ. ഉദാഹരണം, നമ്മുടെ കർത്താവിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരികയാണ്. മിസ്രയീമിൽ നിന്ന് കർത്താവ് നസ്രത്തിലെത്തി. ആ സംഭവം കണ്ടിട്ട് മത്തായി പറയാണ്, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് എഴുതിയ പ്രവചനം നിവൃത്തിയാകാൻ സംഗതിയാണ്. ഹോശയുടെ പ്രവചനത്തിലെ കൊട്ടേഷനാണ്. ഹി കോട്ടഡ് ഫ്രം ഹോസിയ. എന്നാൽ ഹോശയ പ്രവചനത്തിലേക്ക് ചെന്നാൽ അതിന് താഴെയും മുകളിലുമുള്ള വാക്യം യേശുവിന് ചേരില്ല. ഈ മകൻ മഹാമത്സരിയും ദുശാഠ്യക്കാരനും അങ്ങനെയുള്ളൊരു മോനാണ്. യേശു അങ്ങനെയാണോ പിതാവിന്? അല്ല. അപ്പം മത്തായിക്ക് തെറ്റിയോ? ഇല്ല. പിന്നെ എങ്ങനെ നോക്കുന്നേ? പറയാം. ഹോശയ അക്ഷരാർത്ഥത്തിൽ പ്രവചിച്ചത് ഇസ്രയേലാകുന്ന മകനെക്കുറിച്ചാണ്. ആ മകനെ കൊണ്ടുവന്നതും ഈജിപ്തിൽ നിന്നാണ്. അവൻ ദുശാഠ്യക്കാരനായിരുന്നു, അവൻ പ്രശ്നക്കാരനായിരുന്നു, മത്സരിയായിരുന്നു. എന്നാൽ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ പ്രോഫസി ഹാവിങ് ആൻ എക്സ്റ്റെൻഡഡ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എപ്പോഴും ഒന്ന് പറയാറുണ്ട്, ഒരു പ്രോഫസിക്ക് അനേക നിവൃത്തി ഉണ്ട്, അനേക നിവൃത്തികളുണ്ട്. ചിലപ്പോൾ 2 2-ലധികമോ നിവൃത്തി കാണാം. അങ്ങനെയെങ്കിൽ ഈ 7 മല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ 7 മലയോടുകൂടിയ ഒരു പട്ടണമാണ് വത്തിക്കാൻ സിറ്റി. അത് 7 രാജാക്കന്മാരും ആൻഡ് ഓൾസോ എന്ന പ്രയോഗം കാണുന്നത്. കായ് എന്ന ഗ്രീക്ക് പ്രയോഗം, KAI, കായ്. ഇതിൻ്റെ ഗ്രീക്ക് വേർഡുകൾ വെച്ച് വിശദീകരിക്കേണ്ടതാണത്. പക്ഷേ അല്പം മുഷിയും. ഡീപ്പായൊരു ക്ലാസ്സിലേക്ക് ഞങ്ങൾ സാധാരണ സെമിനാറുകളിൽ ചെയ്യുന്നത് ഒരു 7 അധ്യായമൊക്കെ ഇപ്പോൾ ചെല്ലുള്ളൂ. അപ്പോഴേക്ക് ഓരോ വാക്കിൻ്റെയും ഗ്രീക്ക് വേർഡുകൾ വച്ചാണ് വിശദീകരിക്കുന്നത്. അത് വളരെ നല്ലതാണ്. പക്ഷേ അത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മാസ് എന്താ പറയുക, ഒരു വലിയ ഗാദറിങ്ങിനോട് ക്ലാസ് എടുക്കുമ്പോൾ അത്രയും ഡീപ്പായിട്ട് പനക്കില്ല. കാരണം വിഷയമുള്ളിൽ കിടക്കാത്ത ഒരു പ്രതിസന്ധി വരും. ഏതായാലും പറയാം, ആൻഡ് ഓൾസോ നോട്ട് ഓൺലി 7 hills ബട്ട് ആൻഡ് ഓൾസോ 7 kings. ഈ 7 രാജാക്കന്മാർ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ പേരുള്ളൊരു രാജാവിനെയുമല്ല.
7 സാമ്രാജ്യാധിപതികളാണ്. അല്ലെങ്കിൽ ഒരു ലോക്കലിലെ 7 രാജാക്കന്മാരെ കുറിച്ചൊരു പ്രവചനം ഒതും കണ്ട. കാരണം ഇത് ഹാൾ യൂണിവേഴ്സാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. പ്രപഞ്ചം മുഴുവനാണ്, അതിനുമപ്പുറത്ത് സ്വർഗം വരെ എത്തുന്ന ഒരു വിശാല സംഭവമാണ്. അപ്പോൾ സാമ്രാജ്യങ്ങൾ എന്ന നിലയിൽ 7 പേരെ ഞാൻ വിശദീകരിച്ചതാണ് ഈ സഹോദരൻ സംശയമായിട്ട് ചോദിച്ചത്. നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം കാണും, ഒന്നുകൂടി പരിഹരിച്ച് പോക്കണം. അവിടെ പറയുന്നത് ആ കണക്കുകളിൽ ഒരു പ്രശ്നമാണ് പെട്ടെന്ന് മനസ്സിൽ വരാത്ത. എന്താ പറഞ്ഞത്? 7 പേരിൽ ഉൾപ്പെട്ടവനും 5 പേരിപ്പോൾ ഉണ്ട്, 5 പേർ വീണുപോയി, ഒരുത്തൻ ഇപ്പോൾ ഉണ്ട്, അപ്പോൾ 6 പേരായി. പിന്നെ പറയാണ് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ വന്നാൽ കുറഞ്ഞൊന്നിരിക്കും, അത് കഴിഞ്ഞ് ഒരുത്തൻ വരും. അവൻ വന്നാൽ അവൻ്റെ പ്രശ്നം അവൻ 7 പേരുടെ ഭാഗമാണ്. 7 പേരിൽ ഉൾപ്പെട്ടവനും പിന്നെ 8ാമത്തവനും ആകുന്നു. അങ്ങനെയാണ്, 7 പേരിൽ ഉൾപ്പെട്ടവനും 8ാമത്തവനും ആകുന്നു. അപ്പം അതാ കൃത്യം ഞാൻ പറഞ്ഞത്. ഇസ്രയേലിനെ അടക്കി ഭരിച്ച 7 രാജാക്കന്മാരെ, 7 സാമ്രാജ്യ ശക്തികളെ, രാജാക്കന്മാരുടെ എണ്ണം പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ബാബിലോണിൽ തന്നെ നെബുക്കദ്നേസർ ഉണ്ട്, നെബോപൊളോസർ ഉണ്ട്, നബോഡിൻഡസ് ഉണ്ട്, പിന്നെ ബേൽഷസർ ഉണ്ട്, പിന്നെ പേർഷ്യയിൽ തന്നെ കോരശ് ഉണ്ട്, കാംബിയസ് ഉണ്ട്, അഹശ്വരസ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. നോട്ട് ഓൺലി എ പർട്ടിക്കുലർ കിങ്. ഇതൊരു രാജാവിനല്ല പ്രസക്തി, ആ ഭരണകൂടത്തിനാണ്. ഓക്കെ, ഗോഗെ എന്ന് വിളിച്ചിട്ട് റഷ്യയെക്കുറിച്ച് പറയുകയാണ്. അവിടെ നീ എന്നാ പിന്നെ പറയുന്നത്. അത് ഹോൾ കിങ്സ് ആണ് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. എനിഹവും അപ്പോൾ ഇങ്ങനെ വരുന്ന 7 രാജാക്കന്മാരെ ഒന്നുകൂടി ഞാൻ പറയാം. ഇസ്രയേലിനെ അടക്കി ഭരിച്ച 7 വിധ ശക്തികൾ. അവിടെ ഭരിക്കുമ്പോൾ അത് കിങ് തന്നെയാണ്, റൂളറാണ്, മേലധികാരിയാണ്. 7 മലയ്ക്ക് 2 അർത്ഥം, 1 അക്ഷരാർത്ഥം. അക്ഷരാർത്ഥത്തിൽ അത് റോമാ പട്ടണമാണ്. ആത്മീയ അർത്ഥത്തിൽ ഇത് ഹോൾ ഇസ്രയേൽ ജനതയെ ഭരിച്ച, ചരിത്രത്തിൻ്റെ എക്കാലഘട്ടത്തിലും അവരെ നയിച്ച 7 പ്രബല സാമ്രാജ്യ ശക്തികളാണ്. അത് ഒന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ഫസ്റ്റ് വൺ, അവരെ ഭരിച്ചത് ഈജിപ്റ്റാണ്. ഈജിപ്റ്റ്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വിളനിലം ഈജിപ്റ്റായിരുന്നു. അവിടെ നിന്ന് വന്ന മോശയാണല്ലോ എഴുതുന്നത്. ഈജിപ്റ്റായിരുന്നു. ഈജിപ്തിലെ പ്രവാസകാല അനന്തരം ഇസ്രായേൽ മക്കൾ സ്വന്തം രാജ്യത്ത് മടങ്ങിയെത്തി കാലം കുറെ കഴിഞ്ഞപ്പോൾ BC 721 അവരെ അസീറിയക്കാർ 10 ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ 2ാമത്തെ സാമ്രാജ്യം വന്നു. അപ്പോൾ ആദ്യത്തെ 2 സാമ്രാജ്യങ്ങളുടെ പേരോർക്കുക. ഫസ്റ്റ് വൺ ഈജിപ്റ്റ് അഥവാ മിസ്രൈം, 2ാമത്തത് അസീറിയ. ഇനിയുള്ള 4 എണ്ണം നിങ്ങൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ മുഖവുരയിൽ പഠിച്ചു. എന്തൊക്കെയാണത്? ബാബിലോൺ, മീഡോ പേർഷ്യ, പിന്നെ ഗ്രീസ്, റോം. ഈ റോമിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ സെനറ്റ് എന്ന സംവിധാനം ഉണ്ടാകുകയും ക്രമേണ ജനാധിപത്യം എന്ന ആശയം ലോകത്ത് വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ആ ജനാധിപത്യം വരുന്ന രംഗം കണ്ടുകൊണ്ട് 2 വിധ പ്രവചനം കാണാം. ഒന്ന്, ഇരുമ്പും കളിമണ്ണും കൂടിച്ചേർന്ന കാലിൻ്റെ ഭാഗം രാജാവ് കണ്ട ബിംബത്തിലെ. അടുത്ത പറയാണ് അങ്ങനെ ഒരുത്തൻ വരുന്നു. ഏതാണ്? 6ാമതൊരുവൻ വരുന്നു. 5 പേരിപ്പോൾ ഉണ്ട്. 5 പേർ വീണു പോയി, ഒരുത്തനുണ്ട് 6ാമൻ. 7ാമൻ ഒരുത്തൻ വരുന്നു, ഡെമോക്രസി. ആ ഡെമോക്രസിയിൽ ഉൾപ്പെട്ട് അതിൻ്റെ ഭാഗമായി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാൻ അധർമ്മമൂർത്തി വരുന്നു. ഇപ്പോൾ വ്യക്തമായോ? ആ ഭാഗം വ്യക്തമായോ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനിയുള്ള സംശയങ്ങളും ഇൻബോക്സിൽ ചോദിക്കുകയോ അല്ലാതെ ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഇന്ന് ചോദിക്കുന്നതിന് നാളെ നമുക്ക് മറുപടി കണ്ടെത്താം. സ്തോത്രം. നെക്സ്റ്റ്, ഇതിപ്പോൾ നമ്മൾ 12ാം അധ്യായത്തിലേക്ക് വന്നത് ഒരു സംഭവത്തെ കൂട്ടി യോജിപ്പിക്കാനാണ്. വരാം, വായിച്ചോളൂ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സ്വർഗത്തിൽ ഒരടയാളം കണ്ടു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലോട്ട് എറിഞ്ഞു കളഞ്ഞു.
പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്നെടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ആദ്യം ഈ സ്ത്രീ ആര് എന്നാണ് പഠിക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള ചില വാദഗതികൾ ആദ്യം ഞാൻ മുമ്പോട്ട് വെക്കാം. സ്ത്രീ ഇസ്രയേലും, ആദ്യത്തെ വാദം സ്ത്രീ കന്യാമറിയമും കുട്ടി യേശുവാണ്. ആ വാദത്തെ പ്രൊട്ടസ്റ്റന്റ് വീക്ഷണക്കാർ ഒരു വിധത്തിലും അംഗീകരിച്ചിട്ടില്ല. കാരണം ഇത് മേലാൽ സംഭവിക്കാനുള്ള കാര്യമാണ്, കഴിഞ്ഞൊരു സംഭവമല്ല. അപ്പോൾ ഇത് കഴിഞ്ഞൊരു സംഭവത്തെ കഥ പോലെ പറയേണ്ട കാര്യമില്ല, അത് പ്രവചനമാണെന്ന് പറയേണ്ട കാര്യമില്ല. ഉദാഹരണം, നിങ്ങളോട് പറയാണ് ഞാനൊരു ദൂത് പറയാൻ പോവാണ്, എന്താ നിങ്ങളുടെ പേര് അനിൽ കൊടുത്തോട്ടോ. അതെനിക്കറിയാവുന്ന കാര്യമല്ലേ. നിങ്ങളുടെ വീട് മല്ലപ്പള്ളി, അതാണോ ദൂത് പറയുന്നത്? പുതിയതല്ലോണ്ട് പറ, മേലാ സംഭവിക്കാനുള്ള പറ. കന്യാമറിയ യേശുവിന് ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്നുള്ളത് പ്രവചനപരമായിട്ടൊരു വിഷയമല്ല. പണ്ട് പ്രവചനമായിരുന്നു, ജനിക്കുന്നതിനും പെശയാവ് പറഞ്ഞു, ജനിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെയല്ലേ? അപ്പോൾ ഈ സ്ത്രീയും കുട്ടിയും അങ്ങനെയല്ല. രണ്ടാമത്തെ വാദം, ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രയേലാണ്, കുട്ടി യേശു ക്രിസ്തുവാണ്. മൂന്നാമത്തെ വാദം, ഈ സ്ത്രീ ഇസ്രയേലാണ്, കുട്ടി എന്താ പറയുക 144,000 പേരാണ്. ഇസ്രയേലിൽ നിന്ന് വേർതിരിയപ്പെട്ട 144,000 പേരാണ്. അടുത്തത്, ഈ സ്ത്രീ ഇസ്രയേലല്ല, ദൈവസഭയാണ്. ആ സഭയിൽ നിന്ന് നേരാവണ്ണം ജീവിക്കുന്ന കുറേ ദൈവമക്കൾ ആദ്യം എടുക്കപ്പെടും, അതാണ് കുട്ടി. ബാക്കി ആളുകളെ പീഡനത്തിലൂടെ കടത്തി കൊള്ളാവുന്നവരാക്കി രണ്ടാം ഘട്ടം ഒരു മോഡറേഷനുണ്ട്, അതുവഴി എങ്ങനെയെങ്കിലും അടിയൊക്കെ തന്ന് കൊണ്ടുപോകും. ഇങ്ങനെയൊരു വാദമുണ്ട്. ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിലാദ്യത്തെ വാദം തള്ളിക്കളഞ്ഞ് ബാക്കി വാദങ്ങൾ എടുത്താൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ ഉടൻ അദ്ദേഹത്തെ നമ്മൾ ദുരുപദേശകനെന്ന് പറയരുത്. അതെന്താണ്? വ്യത്യസ്തമായൊരു പേഴ്സ്പെക്റ്റീവിൽ കാര്യം കണ്ടു എന്നേ ഉള്ളൂ. ഒരു ദുരുപദേശം എന്ന് പറയണമെങ്കിൽ അത് രക്ഷയെ ബാധിക്കുന്നതാകണം. മനസ്സിലാവുന്നോ? ഇല്ല. ഉദാഹരണം, ഒരാൾ പറയാണ് സഭ പീഡനത്തിൻ്റെ ഇടയ്ക്കാണ് എടുക്കുന്നത്. വേറൊരുത്തം പറയാം അങ്ങനല്ല, പീഡനം മൊത്തം സഭ സഹിക്കും. ഇനി ഒരുത്തം പറയാണ് പീഡനത്തിന് മുമ്പ് എടുക്കും. ഈ പീഡനത്തിന് മുമ്പ് സഭ എടുക്കുന്നവനെ വിളിക്കുന്നത് പ്രീ ട്രിബുലേഷനിസ്റ്റ്. പിന്നെ പീഡന മധ്യത്തിൽ എടുക്കുന്നവനെ മിഡ് ട്രിബുലേഷനിസ്റ്റ്. പീഡനം കഴിഞ്ഞെടുക്കുന്നവനെ പോസ്റ്റ് ട്രിബുലേഷനിസ്റ്റ്. ഞാനിതൊരു ട്രിബുലേഷനിലും അല്ല, എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞ് ലാസ്റ്റ് പറയാം. എന്നോടിപ്പോൾ ആളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ മിഡാണോ പ്രീ ആണോ പോസ്റ്റാണോ? ഇതേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മറ്റൊരു കൂടി നമ്മളെ അപ്പുറത്താക്കും. ഇവർ പറഞ്ഞാൽ നമ്മളെ അപ്പുറത്താക്കുക. എന്നിട്ട് പറയും പ്രീ പറയുന്നവന് പോസ്റ്റ് ദുരുപദേശം, പോസ്റ്റ് പറയുന്നവന് മറ്റവൻ കൾട്ട്, മറ്റവന് പിശാചിൻ്റെ ഉപദേശം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് മൂന്നിലും ഞാനീ പറഞ്ഞ അപകടമൊന്നും കാണുന്നില്ല. എന്താ കാര്യം? ഒരുത്തൻ പ്രീ ട്രിബുലേഷൻ പറയാം, അതവന് മറ്റെന്തിലുപരി യേശു കർത്താവ് വേഗത്തിൽ വരുമെന്ന് തികഞ്ഞ പ്രത്യാശ കൊണ്ട് പറയുന്നതാണ്. അത് ട്രൂ. അതവനങ്ങനെ പറയുന്ന അല്ല, മനഃപൂർവ്വം അവൻ അത് പറയുന്നതുകൊണ്ട് ഏതാണ്ട് സായിപ്പിൻ്റെ സഹായം കിട്ടുന്ന ഓർത്തൊന്നും പറയുന്നതല്ല. രണ്ടാമതൊരുത്തം പറയും അങ്ങനല്ല, നമുക്ക് ഒത്തിരി കഷ്ടതകളൊക്കെ ഈ ഭൂമിയിലുണ്ട്, അത് സഫർ ചെയ്യണം. അത് സഫർ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവനെ അഭിനന്ദിക്കണ്ടേ? കാരണം അവൻ സഫർ ചെയ്യാൻ റെഡിയാ. ഇനി ഒരുത്തം പറയാം മൊത്തം കഷ്ടതയുണ്ട്, അയ്യോ, ഇതാ ദുരുപദേശമാകുന്നത്. എങ്ങനെ? ഇത് വ്യത്യസ്ത വീക്ഷണങ്ങളിൽ ഒരു വിഷയത്തെ സമീപിക്കുക. എന്നാൽ രക്ഷ ക്രിസ്തുവിൽ കൂടിയല്ലെന്ന് പറയുന്നതാണ് പ്രധാന ദുരുപദേശം. മനസ്സിലാകുന്നോ? രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി, അവിടുന്നാണ് നമ്മെ ക്രിസ്ത്യാനിറ്റിയുടെ ഉരകല്ല അവിടെയാണ്. ഇത് ഞാനിവയെ മൂന്നിനെയും ഒരുപോലെ ബഹുമാനിക്കുന്നു. എൻ്റെ വീക്ഷണം, പീഡയെക്കുറിച്ചുള്ള വീക്ഷണം മറ്റൊന്നാണ്. ഇന്നൊരു പക്ഷേ ഞാനത് പറയാം.
ബാക്കി വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ആദ്യം നമുക്ക് ഇത്തരം ചിന്തകളിൽ മനസ്സിന് അയവുണ്ടാകട്ടെ. കാരണം നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കുക. ഇതൊരുത്തൻ ചിന്തിച്ച ചിന്തകൾക്ക് വേണ്ടി ബൈബിളിലെ വാക്യങ്ങളെ എങ്ങനെ അവൻ്റെ ചിന്തയ്ക്കകത്ത് വലിച്ചു കയറ്റാം, ഇതിനാണ് ശ്രമിക്കേണ്ടത്. ആദ്യം ഫ്രെയിം ഉണ്ടാക്കരുത്. എന്ന് പറഞ്ഞാൽ ചേരാത്ത ചെരുപ്പ് വാങ്ങിയിട്ട് കാലാ പരുവത്തിൽ വെട്ടിയെടുക്കാൻ നോക്കിയാൽ നടക്കുകയില്ല. ചെറിയ ചെരുപ്പിനനുസരിച്ച് കാല് വെട്ടി മാറ്റാൽ ഒരിക്കലും വിജയിക്കുന്ന കാര്യമല്ല. ഇന്ന് ഇതാണ് ചെയ്യുന്നത്. അതിൻ്റെ വേദനയാണ് ഇവിടെ കിടന്ന് അടിക്കുന്നതല്ല. ആശയമില്ലാത്തൊരു തർക്കമാണ്. അവനെൻ്റെ വാദം നിരത്തട്ടെ, മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കട്ടെ, അതല്ലേ വേണ്ടേ? ഞാൻ എൻ്റെ സംവാദങ്ങളിലെല്ലാം എതിരെ നിൽക്കുന്ന ആളിന് പിശാചാണെന്നോ അവനെ ആൾ ശരിയല്ലെന്നോ ഒന്നും പറയാറില്ല. ഞാനൊരല്പം നിയന്ത്രണം വിട്ടു ഒരു ബ്രദറൻ സംവാദത്തിലാണ്. അതൊരു പാട്ടിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നമാണ്. നിങ്ങൾ പാട്ടുകാരൊക്കെയാണല്ലോ. പാട്ടിനകത്ത് ക്രിസ്തു ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ക്രിസ്തുവോ ദൈവമൊക്കെ വേണം. പാഹിമാൻ ദേവദേവ അങ്ങനൊരു പാട്ടുണ്ട്. പാവന രൂപ, അതിനകത്ത് രൂപായും പാവനും ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ യേശു എന്നൊരു വാക്കില്ല, കർത്താവ് എന്നൊരു വാക്കില്ല, ദൈവം എന്നൊരു വാക്കില്ല. വേണേ ആർക്ക് വേണ്ടി അത് പാടാം. ഏത് ദൈവത്തിന് വേണ്ടിയും ഏത് മതക്കാരനും പാടാവുന്നൊരു സർവ്വമത ഗീതമാണ്. ഇനി ആരെഴുതിയാലും എനിക്കെൻ്റെ വിയോജിപ്പ് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ കുറേ പാട്ടുകൾ. അപ്പോൾ ഈ എഴുതിയ പുള്ളി പണ്ഡിതനാണെന്നുള്ളതൊന്നും ഒരു ജാമ്യമൊന്നുമല്ല. ഏത് പണ്ഡിതനും തെറ്റുപറ്റി. പൗലോസിനും തെറ്റുപറ്റിയില്ലേ? എന്താ തെറ്റ്? ഞങ്ങൾ രാവിലെയും പറഞ്ഞു, പുള്ളിക്കാരൻ ഈ യഹൂദന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തീവ്ര ഉപദേശമൊക്കെ പറഞ്ഞിട്ട് തലയെ മുട്ടയടിച്ച് പള്ളിയിൽ പോയി തീമത്യോസിനെ പരിശോധന കഴിപ്പിച്ചു. അത് തെറ്റുപറ്റാത്ത ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ള വിയോജിപ്പുകൾ പറയുന്നത് പാപമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വിഷയം വിട്ടു പോകണ്ട, സംയമനത്തോടെ കാര്യങ്ങളെ കാണാം. സന്തോഷമാണോ? അപ്പോൾ ഇവിടെ കണ്ടത് ഞാനീ പറഞ്ഞ വാദത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് പറയാം. എൻ്റെ വാദഗതി ഇത് ഈ എന്താ പറയുന്നേ, ചർച്ച ഇപ്പം ഇവിടെ പറയുന്ന സ്ത്രീ ഇസ്രയേലാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ക്രിസ്തുവാണെന്ന വാദം അത്ര ദുർബലമല്ല. അതിന് തെളിവുകളോടുകൂടി വാക്യ തെളിവുകളോടുകൂടിയാണ് ഉദ്ധരിക്കുന്നത്. കുശവൻ്റെ കയ്യിൽ ആ സങ്കീർത്തനം 2:9 വായിച്ചിട്ട് 2:8-9. ഒരാൾ വെളിപ്പാട് തന്നെ 19:5 വായിച്ചിട്ട് 15. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ നീ അവരെ ഉടയ്ക്കും. മതി. 19:5. ആ 19:5 15 15. മതി. ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുന്ന ഈ മഹാരാജാവ് ക്രിസ്തുവാണ് എന്ന വാദമാണ് ഇവിടെ കാണുന്നത്. ഇപ്പം 2 വാക്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഈ കുട്ടി ഉടനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടോ? ഈ ഉടനെ എന്ന പ്രയോഗം കൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്ന കാര്യം പെട്ടെന്നൊരർത്ഥത്തിലല്ല. പ്രവചന ഭാഷ അങ്ങനൊന്നുമല്ല. ദൈവ പദ്ധതിയുടെ വിശാല സമയത്ത് കുട്ടിയെ വിഴുങ്ങാൻ, യേശുവിൻ്റെ മാർഗത്തെ യേശുവിനെ ഉന്മൂലനം ചെയ്യാൻ സാത്താൻ ശ്രമിക്കുകയും, യേശു എന്ന് പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ചർച്ചാണ്. സഭയടക്കമുള്ള സംവിധാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സാത്താൻ ശ്രമിച്ചു, പിശാചായവൻ ശ്രമിച്ചു. സഭ എടുക്കപ്പെട്ടു, ക്രിസ്തു എടുക്കപ്പെട്ടു. 2 സിമിലറാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്തു പറ്റി? ഞാൻ പറഞ്ഞ വാദം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ജഡപ്രകാരം ക്രിസ്തു അവളിൽ നിന്നാണ്, ഇസ്രയേലിൽ നിന്നാണ്. ജഡപ്രകാരം യേശു ഇതിൽ നിന്നാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ചിൻ്റെ പിറവിയും അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അങ്ങനെയെങ്കിൽ 12 സ്ത്രീ ഈ സഭയും ഇസ്രയേൽ സഭയും അതിലെ കുട്ടി കർത്താവായ യേശു ക്രിസ്തു എന്ന വാദത്തിനാണ് വാക്യത്തിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആ വാക്യത്തെളിവെന്ന് ഞാൻ തന്നു കഴിഞ്ഞു. 19:15 വെളിപ്പാട് പുസ്തകം, 2:9
സങ്കീർത്തന പുസ്തകം. അപ്പോൾ അത് രണ്ടും നമുക്ക് ഗ്രഹിക്കാൻ പറ്റി. ദെൻ താഴ്ത്തു വായിച്ചോളൂ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. ഇത് വായിക്കുന്ന നമുക്ക് എന്തുവാ തോന്നുന്നത്? നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം തീരട്ടെന്നോർത്ത് അങ്ങോട്ട് ഇന്ന് പറയാം, സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടായത്. പിന്നെ എങ്ങനെ മനസമാധാനത്തോടെ അവിടെ ജീവിക്കുക? ആലോചിച്ച് ചോദിക്കുക. ഈ ഭൂമിയും ഇറാഖും പാകിസ്ഥാനും ഒക്കെ പേടിച്ച് നമ്മൾ അവിടെ ചെന്ന് അപ്പോൾ കേൾക്കുന്ന സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഇന്ന് അല്പനേരം സ്വർഗം എന്നൊന്ന് പഠിച്ചിട്ട് പോകാം. എന്നോട് ആരോ ചോദിച്ചു 4-ാം അധ്യായം എന്താ വിശദീകരിക്കാൻ? ഞാൻ നമുക്കങ്ങനെ ഘട്ടം ഘട്ടം പഠിച്ചു പോവാം. സ്വർഗം എന്നതിൻ്റെ എബ്രായ പദം ഷമായീം എന്നാണ്. എങ്ങനെയാ? ഷമായി. ഏതെങ്കിലും ഒരു പദത്തിൻ്റെ ഒടുവിൽ ഈം എന്ന് വന്നാൽ ഹീബ്രുവിൽ അതൊരു മാസ്കുലിൻ ജെൻഡർ പ്ലൂറലാണ്. പിടികിട്ടിയോ? പുല്ലിംഗ ബഹുവചന ശബ്ദമാണ്. മലയാളം പറഞ്ഞാൽ ഇങ്ങനെ ചില പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സുരേഷ് പാസ്വേർഡർ മലയാളം പറഞ്ഞു, പുള്ളിക്ക് 5 മിനിറ്റ് കഴിഞ്ഞാൽ മനസ്സിലായത്. അപ്പം ഞങ്ങളെല്ലാം നിർത്തിക്കഴിഞ്ഞാണ് അദ്ദേഹം ചിരിക്കാൻ ആരംഭിച്ചത്. അപ്പം അതിപ്പം നമ്മൾ പറയുന്നില്ല, ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചിലതിൻ്റെ അർത്ഥം പിടിയിട്ടു. അതുകൊണ്ട് മാസ്കുലിൻ ജെൻഡറിൻ്റെ മലയാളം കേട്ടോ എന്തെന്നാ? പുല്ലിംഗ ബഹുവചന. പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ അറിയോ? പ്രസൻറ്റ് പെർഫെക്റ്റ് ഒക്കെ എന്തോ വിനയച്ചം. കണ്ടോ? അപ്പോൾ കേൾക്ക്, ഇങ്ങനെയൊക്കെ വലിയ സംഭവമാണത്. മലയാളം അങ്ങനെയാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈം ശബ്ദം, ഐയം ഈം, അപ്പോൾ അതിൽ ആ ശബ്ദങ്ങൾ സഫിക്സായിട്ട് വന്നാൽ, സഫിക്സ് അവസാനം വരുന്ന അതന്നെ, അങ്ങനെ വന്നാൽ, അന്ത്യപ്രത്യയമായി വന്നാൽ, അങ്ങനെയാണ് മലയാളത്തിൽ പറയേണ്ടത്, വന്നാൽ അത് ഇറ്റ് ബിക്കെയിം പ്ലൂറൽ. ഓക്കെ, ഈം എന്ന് അത്രയും വളഞ്ഞു പോകേണ്ട, എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. നബി അർത്ഥം പ്രൊഫറ്റ്, നബീം അർത്ഥം പ്രോഫറ്റ്സ്, കിതാബ് കെത്തൂബ് അർത്ഥം ബുക്ക്, കെത്തുബീം അർത്ഥം ബുക്സ്, സെറാഫ് അർത്ഥം ദൂതൻ, ജറാവീം അർത്ഥം ദൂതന്മാർ, കെരൂബ് അർത്ഥം ഒരാൾ, ഒരു കെരൂബ്, കെരൂബീം അർത്ഥം ദൂതന്മാർ. ഇപ്പോൾ എളുപ്പമായോ? അപ്പം ഷമായീം അർത്ഥം സ്വർഗമല്ല, സ്വർഗങ്ങൾ. ഓക്കെ, സ്വർഗങ്ങൾ. ആ പദം നമ്മൾ ആദ്യം കാണുന്നത് ജനസിസ് 1:1 ആണ്. എങ്ങനെയാണത്? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അങ്ങനെയല്ലേ? ബെറിഷിത് ബറാ അലോഹി യദ്ഹ ഷമായി വേഹ എറട്സ്. ഹീബ്രുവിൽ അങ്ങനെയാണ്. മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഹീബ്രുവിൽ ബെറിഷിത് ബാറ എലോഹിം എഡ്ഹ ഷമായും വേഹ എറട്സ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഇതിൽ ഷമായിം എന്നത് കേൾക്കുക. ഷമായിം അർത്ഥം ഹെവനല്ല, ഹെവൻസ്. ഇപ്പൊ സ്വർഗങ്ങൾ എന്ന ബഹുവചന പ്രയോഗം കാണുന്നു. ഈ സ്വർഗങ്ങൾ എന്ന ബഹുവചനമേ ഉള്ളെങ്കിൽ സോളമന്റെ പ്രാർത്ഥനയിൽ സ്വർഗാദി സ്വർഗം, സങ്കീർത്തനത്തിൽ പറയാ സ്വർഗാദി സ്വർഗവും മീതെയുള്ള വെള്ളവും നിന്നെ സ്തുതിക്കട്ടെ. നമ്മൾ പൗലുസാണ് ഇതിൻ്റെ ഒരു കണക്ക് നമുക്ക് തരുന്നത്. ക്രിസ്തുവിലൊരു പുരുഷനെ ഞാൻ അറിയുന്നു. 14 സംവത്സരങ്ങൾക്കപ്പുറത്തത് അദ്ദേഹം ഉടലോടുകൂടിയോ അല്ലയോ എനിക്കറിയില്ല, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അതിൽ കൂടുതൽ സ്വർഗമുള്ളതായിട്ട് ബൈബിളിലില്ല. അതുകൊണ്ട് തൽക്കാലം വേറെ സ്വർഗം തേടി നമ്മൾ പോവുകയും വേണ്ട. ബൈബിളാണ് നമ്മുടെ ലിമിറ്റ്.
അപ്പോൾ അക്കോർഡിംഗ് ടു ബൈബിൾ വീക്ഷണ പ്രകാരം എത്ര സ്വർഗമുണ്ട്? 3. അപ്പോൾ അതിലൊന്ന് നമ്മുടെ പ്രത്യക്ഷമായ മേഘമണ്ഡലമാണ് ഈ കാണുന്നത്. ഭൂമിക്ക് കവചമായി നിൽക്കുന്ന മേഘമണ്ഡലം കഴിഞ്ഞാൽ അടുത്തത് നക്ഷത്രമണ്ഡലമാണ്. ആ നക്ഷത്രമണ്ഡലത്തെ ദൂതമണ്ഡലം എന്നും നമ്മൾ വിളിക്കും. കാരണം ഈ ദൂതഗണങ്ങളെ നക്ഷത്രങ്ങളോട് ഉപമിച്ചു. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി സ്വഗതികളിൽ അവ സീസറയോട് പൊരുതി. സീസറയുടെ യുദ്ധത്തിൽ ദൂതഗണങ്ങളാണ് യുദ്ധം ചെയ്യുന്നത്. ഈ ദൂതഗണങ്ങൾക്കും മറ്റുമൊക്കെ ദൈവസന്നിധിയിൽ ദൈവമായവനുള്ള ഇടത്ത് പ്രവേശനമില്ല. കാരണം സ്വർഗം യഹോവയുടെ സ്വർഗം, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷെ ദൂതഗണങ്ങൾ ദൈവസിംഹാസനത്തിൻ്റെ തൊട്ടടുത്ത് വരെയുണ്ട്. തൊട്ടടുത്ത്. എന്നാൽ ദൂതഗണങ്ങൾക്ക് അവിടെ ചെല്ലാം, ആരാധിക്കാം. പക്ഷെ അവയ്ക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് സെക്കൻഡ് ലെയറാണ്. 1-ാം ലെയർ നമുക്ക് ദൃശ്യഭൂമിയാണ്. ആ ദൃശ്യമണ്ഡലത്തിൻ്റെ മേഘമണ്ഡലത്തിൻ്റെ അതിരുണ്ടല്ലോ, ആ അതിരിനാണ് ഐറ എന്ന് ഗ്രീക്കിൽ പറയുക. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഇപ്പം അതിരുകളുണ്ട് ദിക്കിന്. ഉത്തരദിക്കിന് അതിരുണ്ട്. ഇതൊക്കെ ഹിഡൻ മാറ്റേഴ്സ് ആണെങ്കിലും അറിവുള്ള വഴിക്ക് നമ്മൾ പോവുകയാണ്. വീണ്ടും ഈ ഐറ എന്ന സ്ഥലത്തു നിന്നാണ് AIR. ഐറ ഒരു ഗ്രീക്ക് വേർഡാണ്. ഐറ, അതിൽ നിന്ന് എയർ ഈ പദമൊക്കെ ഉണ്ടാകുന്നത്. ഐറയ്ക്കപ്പുറമുള്ള സ്ഥലമാണ് ദൈവസാന്നിധ്യമുള്ള ഇടം, ദൂതസാന്നിധ്യമുള്ള ഇടം. പഴയൊരു പാട്ടുണ്ട്, ആയാറിൽ ഞാൻ കണ്ടിയിടും ദൂതാസേനകളെ. പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ദൂതഗണങ്ങൾ വരുന്ന ആ സ്ഥലമാണ്. അതിനപ്പുറത്താണ് സ്വർഗാദി സ്വർഗം. അപ്പോൾ ലൂസിഫറിനെ നിലത്ത് തള്ളിയിട്ടപ്പോൾ അവന് ചെന്നെത്താൻ പറ്റുന്ന പരമാവധി ഇടമുണ്ട് അവിടെ വരെ. സ്വർഗാദി സ്വർഗമൊഴിച്ചുള്ള ഇടങ്ങളിൽ അവന് പ്രവേശനമുണ്ട്. യോബിൻ്റെ പുസ്തകം പറയും, ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവസന്നിധി നിൽക്കാൻ ചെന്നു, സാത്താനും അവൻ്റെ കൂടെ നിൽക്കാൻ ചെന്നു. ഇത് വായിച്ചിട്ട് ഒരു അമ്മച്ചി ഒരിക്കൽ പറഞ്ഞാണ്, നമ്മൾ ഈ പാസന്മാരും അച്ഛന്മാരും പറയുന്നതല്ല ശരി, ഈശോയും സാത്താനും ഒക്കെ തമ്മിൽ നല്ല സഹകരണമാണ്. കാരണം എന്തേ സംസാരിക്കുന്നു, വളരെ മാന്യമായിട്ട് ചെല്ലുന്നു. ആ ഭാഗം കണ്ടാൽ നമുക്കൊക്കെ ഒരു തോന്നിപ്പോൾ ഒരു ദിവസം സാത്താൻ രാവിലെ ദൈവത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നു. സിറ്റൗട്ട് ചെല്ലുമ്പോൾ ഒരു പത്രം കിടക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, പറയുക, നീ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ഈ തോന്നല നമ്മുടെ പ്രശ്നം. ഇവിടെ എവിടെയോ യോബിൻ്റെ പുസ്തകം ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ ഇത് അന്നേരം പറയാം. എവിടെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള കാര്യം നോക്കാം യൂട്യൂബ് വഴി. അപ്പോൾ കേൾക്ക്, ഈ പരമാവധി ഇടം എവിടെയാ? അപ്പോൾ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലെടുക്കണം. ദൂതഗണങ്ങൾ നിൽക്കുന്ന ആ അന്തരീക്ഷം വരെ അവന് ചെല്ലാന്ന്. മനസ്സിലായോ? അപ്പം പിടികിട്ടിയോ? ദൈവം ഇരിക്കുന്നിടത്തല്ല, താഴത്തെ ലെയറിൽ അടിയും പടയും വഴുക്കൊക്കെ അവിടെയാവും. ഇല്ല, നമ്മൾ ഓർത്തത് ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ ഇടപെടി മഹാസർപ്പം എഴഞ്ഞൊരു പരുവൻ ചേര കയറി പോകുന്നല്ലോ, വരുമ്പോഴത്തേക്ക് പോ പാമ്പേന്നും പറഞ്ഞൊരു ചവിട്ടുമൊക്കെ ദൈവം കൊടുത്ത ആവപ്പാടെ. അങ്ങനെയല്ല. മനസ്സിലായോ? ശരി, താഴോട്ട് വായിച്ചു. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. യുദ്ധം വരുമ്പോഴൊക്കെ മീഖായേലും സന്ദേശം കൊടുക്കേണ്ടി വരുമ്പോൾ ഗബ്രിയേലുമാണ് സാധാരണ പ്രധാന ദൂതന്മാരായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രധാന ദൂതൻ വരുമ്പോൾ തടസ്സം നിൽക്കുന്നവനെ വെട്ടുന്ന പണിയാണ് ആർക്കുള്ള? കർത്താവ് താൻ ഗംഭീര നാദം കൊണ്ടുവരുന്നവൻ വേറെ. പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. സഭയുടെ എടുക്കപ്പെടലിൻ്റെ ഘട്ടത്തിൽ ഇത്രയും ശബ്ദമുഖരിതമാകണം. കാരണം ഇതുപോലൊരു സംഭവമില്ല. പ്രപഞ്ച സൃഷ്ടിയേക്കാൾ, ആദം ഹവ്വമാരുടെ രൂപവൽക്കരണത്തെക്കാൾ
ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവം മനുഷ്യരാശിക്ക് സംഭവിക്കുന്നതാണ് റാപ്ചർ. അപ്പോൾ ഇതാ ദൂതഗണങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവിടെ സാത്താനും ദൂതഗണങ്ങളും തമ്മിലുള്ള ഒരാക്രമണം കാണുകയാണ്. എന്ത് സംഭവിച്ചു? തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ട ആളുകൾ ദൂതന്മാരുമായി മിഖായേലിനോട് പടവെട്ടി. ജയിച്ചില്ല താനും. പിന്നെ സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ പിന്നെ അവനൊരു സ്ഥലം കിട്ടിയില്ല, തള്ളിക്കളഞ്ഞു. അപ്പോൾ അവൻ എവിടെ വീണു? വീണ്ടും ഭൂമിയിൽ വീണു. പിന്നീട് കോറിലേറ്റഡ് വേർഡ്സ് ഉണ്ട്. അടുത്ത ഘട്ടം ഞാനത് പറയാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ, ഭൂതലത്തിലെങ്ങുമുള്ള മനുഷ്യരാശിയെ തെറ്റിച്ചു കളയുന്ന സാത്താനും പിശാചുമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. എവിടാ തള്ളിക്കളഞ്ഞ്? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അല്ല, വെട്ടി അഗാധത്തിലിട്ടില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, തള്ളിക്കളഞ്ഞു. പിന്നെ മനുഷ്യനെല്ലാം പാമ്പ് തെറ്റിക്കുകയാണ്. അന്ന് സംസാരിച്ച തെറ്റിച്ച്. ഇപ്പോഴും കണ്ടിട്ടുണ്ടോ ഈ പാമ്പ്? സ്ത്രീകൾ ചെല്ലുമ്പോൾ, പുരുഷന്മാർ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ പത്തി വിടത്തിയിരിക്കുന്നത്. സ്ത്രീകളാണ് ചെല്ലുന്നെങ്കിൽ പാമ്പ് ഈ നാക്കിട്ട് ഇങ്ങനെ ഇളക്കുന്നതാണ്. അതിനെന്തോ പറയാനുണ്ടെന്നാണ്. വഴം തിന്നോ എന്നാണ്. നമ്മളെല്ലാം ചെല്ലുന്നത് എന്ത് ചെയ്യും? മൂർക്കം പത്തി വിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിത് തന്നെ ഇങ്ങനെ നാക്കിട്ടടിക്കുന്നില്ല. കുഞ്ഞമ്മ എന്നാണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പഴം ഭക്ഷിച്ചോ എന്നായി ചോദിക്കുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ അതല്ലേ? അധികം പേരോട് പറയണ്ട. നമ്മളില്ലുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പാമ്പ് ശരിയല്ലേ ഈ പറഞ്ഞേ? പോട്ടെ. അപ്പോൾ അവൻ പിശാചും സാത്താനുമായ പഴയ പാമ്പ് എന്ത് ചെയ്യുക? ഭൂതലത്തിലുള്ള മനുഷ്യനെ തെറ്റിച്ച് അവനെ വെട്ടി താഴെയിട്ട് പിന്നെ അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. റാപ്ചർ വീണ്ടും പ്രതിഫലിക്കല്ലേ? ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. 7:15 11:15 വെച്ച് ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ഇവ തമ്മിൽ ബന്ധമുണ്ടോ നോക്ക്. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായിരിക്കുന്നു. ഹല്ലേലൂയ. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിന് അവന്റെ ക്രിസ്തുവിനുമായിരിക്കുന്നു. അതേ അനുഭവം ഇവിടെ കാണുകയാണ്. ചുരുക്കത്തിൽ റാപ്ചർ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. പിന്നെ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായും രണ്ട് കാര്യങ്ങളാണ്. രക്തം ദൈവപക്ഷത്ത് നിന്ന്, സാക്ഷ്യം എൻ്റെ പക്ഷത്ത് നിന്ന്. ഇവരമ്മ യോജിക്കണോ? മനസ്സിലായോ? കുഞ്ഞാടിൻ്റെ രക്തം എന്നെ രക്ഷിച്ചു എന്നേറ്റു പറയുന്നത്, രക്ഷാനുഭവത്തിൻ്റെ പ്രഖ്യാപനം നമ്മളെ സാത്താൻ്റെ മുമ്പിൽ ജയിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന് ഞാൻ ഒരു തെളിവ് പറയാം. ഈ ഇലക്ഷൻ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോൾ 2 പാർട്ടികൾ മത്സരിക്കുന്നു. മത്സരിച്ചെല്ലാം കഴിയുമ്പോൾ നമ്മൾ കാണാം ടൗണിൽ കൂടെ വലിയ പ്രകടനം പോവാം. നമ്മുടെ വീടിൻ്റെ ഒക്കെ മുമ്പ് വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്ത പാർട്ടി അങ്ങ് തോറ്റും പോയി അവന് മനസ്സിലാകുകയും ചെയ്തു. ആ വീടിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഒരു തകർപ്പ് കിണറുണ്ടോ? നമ്മളന്നേരം കഥ കടച്ച് കയറുക രക്ഷയുള്ളൂ. കാരണം എന്താ? നമ്മൾ തോറ്റു. ആ ചാടുന്നവനെ കണ്ടാൽ, അവൻ്റെ ബഹളമെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ അവനെ പിറ്റേ നീ എന്തെല്ലാം ചാടുന്നുണ്ടേ? അത് ഞങ്ങൾ ജയിച്ചു. അതിന് നീയാണോ ജയിച്ചേ? അവൻ പറയും ഞാനാ ജയിച്ചേ. അല്ലേ എൻ്റെ സ്ഥാനാർത്ഥിയോട് ചോദിക്കും ഞാൻ ജയിച്ചോന്ന്. MLA പറയും അവനാ ജയിച്ചേ. എന്താ കാര്യം? ജയിച്ച MLAയുടെ ഭാഗമായി ഇവനും മാറിയപ്പോൾ അവനും ജയിച്ചു. നമ്മളും ജയിക്കാൻ ഒരു വഴിയുണ്ട്, ഈ പ്രകടനത്തിൽ അങ്ങ് കൂടുക രക്ഷയുള്ളൂ.
എല്ലാ ജാള്യതയും വിട്ട് പ്രകടനത്തിലൂടെ ഇറങ്ങി നോക്കി നമ്മൾ ജയിച്ചു. മനസ്സിലായോ? അങ്ങനെ ആ ജയാളിയായ ക്രിസ്തുവിനെ കണ്ടവൻ്റെ പുറകെ കൂടിയതുകൊണ്ട് നമ്മളും ജയിച്ചു. ജയിച്ചവരെ കണ്ട് പഠിക്കാൻ ആ ഉലകത്തോട് ഞങ്ങൾ പറയുന്നത്, ജയാളിയായവൻ മുമ്പിൽ പോയപ്പോൾ നമ്മളും മനസ്സിലാക്കി അവനാ ജയിക്കുന്നത്, അവനേ ജയിക്കൂ. 7 തലയും 10 കൊമ്പും ഒക്കെ കണ്ടപ്പോർത്ത് അവനാ ജയിക്കുന്നെന്ന്. പക്ഷെ കുഞ്ഞാടി ചെന്ന് പടപൊരുതി ജയിച്ചപ്പോൾ ഉലകം മുഴുവൻ അവൻ്റെ പിന്നിൽ അണിനിരക്കാൻ കഴിയും വിധം അവൻ്റെ ശബ്ദം പ്രപഞ്ചത്തിലൊക്കെയും എത്ര മഹത്തരമായിരിക്കുന്നു. അതുകൊണ്ട് ജയാളിയായ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കൂടെ അവൻ്റെ രക്തനിമിത്തവും നമ്മുടെ സാക്ഷ്യവചനം ഹേതുവായും നമ്മൾ ജയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് സാക്ഷ്യം പറയണം. ആലയത്തിലെ സാക്ഷിയല്ല, പിന്നെ സമൂഹത്തിലൊക്കെ യേശുവിനെ ഉയർത്താൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതെ ദൈവമക്കൾ സാക്ഷിയാകാൻ ശീലിക്കണം. അത് നമ്മുടെ നിത്യതയിൽ നമ്മെ എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഏറ്റുപറച്ചിൽ, കൺഫഷൻ, കൺവിക്ഷൻ. ഞാൻ യേശുവിനെ അറിയുന്നു, ആരാണ് ക്രിസ്തു, ആ അവബോധം ജനങ്ങളിലെത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്തോത്രം. കണ്ടിന്യൂ. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിക്കും. മരണപര്യന്തം പ്രാണനെ സ്നേഹിച്ചതുമില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടു, ഈ ട്രാക്ട് കൊടുക്കുന്ന സഹോദരന്മാരെ തള്ളുവോ ട്രാക്ട് കീറാൻ പറയുകയോ ഒക്കെ പറയുകയാണ്. നമ്മളൊക്കെ ദുർബലരാണെങ്കിൽ പേടിയുള്ളവർ ഈ പണിക്ക് പോകരുത് ദയവായിട്ട്. അതിനാണ് ദൈവം വിളിച്ചു എന്ന നല്ല ഉറപ്പിലെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാവൂ. കാരണം ഇതൊന്നും സമ്പത്ത് കിട്ടുന്ന, പേരും പദവിയും കിട്ടുന്ന, പ്രസിഡൻ്റ് ആകുന്ന ഒരു മിനിസ്ട്രി അല്ല. ഇതിൻ്റെ പ്രശ്നം, ഇതിൽ കണ്ണീരുണ്ട്, അവഗണനയുണ്ട്, തല്ലുണ്ട്, ചിലപ്പം മരണമുണ്ട്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ബഹളം വെക്കാനൊന്നും പോകരുത്. ഇപ്പോൾ ഒരു യോഗം ഒരിടത്ത് നടത്തി 10 പേര് വന്ന് നമ്മളോട് പറയുക, ഇതിവിടെ നടത്തണ്ട, മാസിൽ പിടിച്ച് നടത്തുന്ന വചനം പറയുന്നുണ്ട്, ഒരു പട്ടണം നിങ്ങളെ കൈക്കൊണ്ടില്ലെങ്കിൽ വീട്ട് കളഞ്ഞേച്ച് പൊക്കോണം, കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് അടുത്തടുത്തോട്ട് പൊക്കോണമെന്ന് അവനോട് മാസിൽ പിടിച്ചിട്ട് അവിടെ കിടന്ന് യോഗം നടത്തിയാൽ അത് ക്രിസ്തീയ യോഗമാണോ? ആണോ? പറഞ്ഞപ്പോഴൊരു ഓർമ്മ വരുന്നേ, കുറേ മാനസാന്തരപ്പെടാത്ത പിള്ളേരെല്ലാം കൂടെ ആവേശം കയറി ഒരു പരസ്യം നടത്തി. ആരാണ്ട് യോഗം കലക്കികൾ വന്നു, ഉമ്മാർക്കിട്ടടിച്ചു, ഉമ്മാർ തിരിച്ചടിച്ചു കളഞ്ഞു. അത് ഈ ആപ്പയുപ്പ അടിയല്ലതല്ല, പണിയറിയാവുന്ന അടി. മനസ്സിലായി? ചുമ്മാ കുത്തിക്കഴിഞ്ഞാൽ അടിയാകില്ല, അടിക്കൊണ്ട് അതിൻ്റെ ഒരു ശാസ്ത്രം. പിടികിട്ടിയോ? അങ്ങനെ എണ്ണം പറഞ്ഞുള്ള അടിയല്ലേ. അങ്ങനെ അടി കിട്ടി, പോലീസ് കേസായി. കഴിഞ്ഞ എസ് ഐ ചോദിച്ചോടൂ, നിങ്ങൾ അവരുടെ ഇടയിൽ വലിഞ്ഞു കയറിപ്പോയി, ഈ ബഹളം വെക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? പിന്നെ ഈ അടി കൊണ്ടാ യോഗം കലക്കി പറയാം, എൻ്റെ പൊന്നു സാറേ പാസ്റ്ററാന്നോർത്താ ഞാൻ അടിച്ചേ. എന്താ മനസ്സിലായി? പിടികിട്ടിയോ നിങ്ങൾക്ക്? പാസ്റ്ററാണെന്നോർത്താ ഞാനൊന്ന് പെരുക്കി. എൻ്റെ പൊന്നു സഹോദരന്മാർ അല്ലാത്തവരും പരിശോധന നടത്തുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ദേഹത്ത് പഠിക്കുക വന്ന് ഈ കലാപരിപാടികൾ. ചിലർ ഈ പുതിയ അഭ്യാസമൊക്കെ പഠിക്കും, പരീക്ഷിക്കുന്ന ആരാ? തിരിച്ചടിക്കാത്ത ഉദ്ദേശിമാരുടെ മണ്ടയ്ക്ക്. പോട്ടെ, ഞാനൊരു അനുഭവം ഈ ഘട്ടത്തിൽ പറയാണ്. ഞങ്ങളോടൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ അടി അങ്ങോട്ട് കിട്ടിയിട്ട്, അടി കിട്ടിയ ആൾ പ്രശ്നമൊന്നുമില്ല, താഴെ വീണു, ദേഹമൊക്കെ ഇങ്ങനെ തുടച്ചു. പോലീസ് സ്വയമേവ കേസെടുത്തു. അദ്ദേഹത്തെ കൊണ്ടുപോയി, അദ്ദേഹത്തെ വിളിച്ചു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കേസൊന്നും വേണ്ട, നിങ്ങൾ വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ അടി കൊടുത്തവനെ പിടിച്ചോടെ നിർത്തിയിട്ടുണ്ട്. കിട്ടിയ പാസ്റ്റർ അകത്തോട്ട് കയറുകയും പെട്ടെന്ന് എസ് ഐ ചാടി എണ്ണീറ്റു. അയ്യോ മാഷെങ്ങനെ ഇവിടെ വന്നേ? അങ്ങനെ പറഞ്ഞു, ഞാൻ സുവിശേഷകനായി. എല്ലാം കേട്ടപ്പോൾ എസ് ഐ പറയാണ്, എസ് ഐ അഭ്യാസം പഠിപ്പിച്ച ആളാണ് പണ്ട് പാസ്റ്റർ. അപ്പം അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു നിമിത്തം ഒരിക്കൽ ക്രൂശിച്ചു, ഇനി തിരിച്ചെടുക്കില്ല. മനസ്സിലായ? അങ്ങനെയുള്ളവരുണ്ട്. എസ് ഐ മറ്റവനെ പറഞ്ഞിടാ, പെരുവിരലിന് കുത്തിയാൽ നീ മൂത്രം ഒഴിക്കില്ല, ഒറ്റ കുത്ത് ഈ വിരലിന് കുത്തിയാൽ മതി ഈ മനുഷ്യൻ. കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ഒരു 10-15 പേരെന്ന് വന്നാൽ ഒന്നും ചെയ്യില്ല, ഒഴിഞ്ഞു മാറാനൊക്കെ അറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം, അടി ക്രിസ്തുവിന് വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം. ഹല്ലേലൂയ.
യേശുവിന് വേണ്ടി തല്ല് കിട്ടുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. ചില ചെറുപ്പക്കാരെങ്കിലും രക്തസാക്ഷിയായി മരിക്കാനും ഉലകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിരുന്ന് ഒരവസരം കർത്താവ് തന്നാൽ പിന്നോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാവൂ. ഹല്ലേലൂയ. ആവേശം കയറി ചെയ്യേണ്ട പണിയല്ലിത്. അഹരോനെപ്പോലെ ദൈവം വിളിച്ചിട്ട് വരുന്നവരല്ലാതെ ആരും അത് സ്വയമേ എടുക്കരുത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗ്ഗ വിളിക്കോകരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവനെ ശ്രദ്ധിച്ചു നോക്കി മുമ്പിൽ വച്ചിരിക്കുന്ന അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഹല്ലേലൂയ. അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസിയായി യേശുവിനെ സേവിച്ചു പോകുന്നതിൽ എന്താ തെറ്റ്? ഈ ട്രാക്ട് കൊടുക്കാനും പരസ്യോഗത്തിനുമൊക്കെ ഒരു സന്തോഷം കണ്ടിറങ്ങുമ്പോൾ അടിവരും, സഹിച്ചോണം. തല്ലി വരും, സഹിച്ചോണം. ചീത്ത കിട്ടും, സഹിച്ചോണം. ചിലപ്പോൾ കൊന്നുകളയും. ഇനി മറുവാങ്ങോട് പോകണം. ചിലർ ചായ മേടിച്ചു തരും, അതാ രസം. കാശ് തരും, ചായ മേടിച്ചു തരും. നിങ്ങളെൻ്റെ ഒരു CD കാണണം. ആ CD ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നൊരു ഭാഗമുണ്ട്. കണ്ണൂരിലാണ്, വലിയ പ്രശ്നബാധിത മേഖല. പ്രസംഗം കത്തിക്കയറി എൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ ഒരു കുടിയൻ കയറി വരുന്നു. അത് നിസാര കുടിയല്ല, കണ്ണൂരെ കുടിയനാ. ഏത് വിധത്തിൽ എവിടെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് റൈറ്റ് റവറണ്ട് അഭിഷിക്തന്മാരെല്ലാം പല വഴിക്ക് മാറി. എനിക്കിട്ടേക്ക് വാനക്കോ ഞാൻ വിഷയം തുടങ്ങി വെച്ചേക്കുക. പെടി കിട്ടിയോ? ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഒരു ചെയർ കൊടുത്തോട്ടാ, മനുഷ്യൻ അവിടെ ഇരുന്നോളൂന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. 10 മിനിറ്റ് പുള്ളി എഴുന്നേറ്റ്. പുള്ളിക്ക് എന്നെ അങ്ങ് മടുപ്പായി. ഞാൻ പറഞ്ഞു ഞാനിന്ന് പറഞ്ഞു തീർത്തിട്ട് അത് കഴിഞ്ഞ് വേറെ കൊല്ലുവോ തല്ലുവോ എന്നാന്ന് വെച്ചാൽ ഇത് പറഞ്ഞു തീർക്കട്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു തീർക്കട്ടെ, അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. അവിടെ അങ്ങ് ഇരുന്ന് പുള്ളി. എൻ്റെ കയ്യിലേക്ക് പുള്ളി പോകാൻ നേരം പിടിച്ച് നിർബന്ധിച്ച് പൈസ ഇട്ടേച്ചാ പോയത്. ആ രംഗം ഉണ്ട് ആ സീഡിക്കകത്ത്. മനസ്സിലായോ? പോയി കളഞ്ഞ്. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് നന്മയും അനുഗ്രഹമെല്ലാം ഉണ്ട്. അതും ദൈവം തരുന്ന. അടിയും ദൈവത്താലാ തരുന്നേ. അടി ദൈവത്താലല്ലെന്ന് കേട്ടപ്പോൾ ഒരു ദുഃഖം പോലെ. ദൈവത്താൽ ഇതെല്ലാം വരും. സഹിക്കാനൊരു കൃപ കൂടി കർത്താവ് തരും. അതാ രസം. അപ്പോൾ അതൊക്കെ സഹിക്കണം. പ്രൈസലോ. പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പൗലോസ് പറയുക, ആരെങ്കൊന്ന് പരിശോധിക്കണം. പൗലോ സുവിശേഷ വിലക്ക് അത്യധിക ശക്തിയോടെ നിൽക്കുമ്പോൾ, ജെറുസലേമിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ, ഇതാ സഭയിൽ ദൂതുള്ളൊരു ചെറുപ്പക്കാരനെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഈ അരക്കച്ചവടമയെ ഇങ്ങനെ ബന്ധിക്കും. അഗബോസിൻ്റെ പ്രവചനം. ആ പ്രവചനം കേട്ടപ്പോൾ അത് സംഭവിക്കുമെന്നറിയാം. പക്ഷേ പൗലോസ് പറയുക, കഷ്ടങ്ങളും ബന്ധനങ്ങളും എന്നെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് പോകാതിരിക്കില്ല. മനസ്സുമെടുക്കാതെ, ശരീരം തളരാതെ, ഹൃദയം ക്ഷീണിക്കാതെ, ആത്മാവിൽ എരിവുള്ളവരായി യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തലമുറയുടെ ആവിർഭാവം കർത്താവ് കാണുന്നു. നമ്മിലൂടെ പ്രാണൻ വെച്ചു കൊടുക്കേണ്ടി വന്നാലും യേശുവിന് വേണ്ടി നിൽക്കാൻ സന്നദ്ധതയുള്ള ഒരു സമൂഹം ഉണരട്ടെ. അല്ലാതെ ഒന്നും ഇനിയുള്ള കാലത്ത് കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രാണനെ വിലയേറിയതായി അവർ കണ്ടില്ല. നെക്സ്റ്റ്. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളെന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പൊ ഇനി മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാഹളം കഴിഞ്ഞുള്ള വർഷങ്ങളാണ് ഈ ക്രോധകലശത്തിൻ്റെ വർഷം. ക്രോധകലശ വിന്യാസത്തിൽ അത് പ്രവർത്തിക്കുന്ന വേളയിൽ ഇസ്രയേലാണ് പ്രധാന എതിരാളി. മഹാസർപ്പം സ്ത്രീയെ വിഴുങ്ങാൻ പദ്ധതിയിട്ടു. എന്നിട്ട് വായിക്കാം. അപ്പോൾ സ്ത്രീ മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. മരുഭൂമിയിൽ തന്റെ സ്ഥലമോ? ഒന്നുകൂടെ വായിച്ചോ, ബാക്കി താഴോട്ട് വായിക്കാം. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും, സർപ്പത്തോടകലെ ഒരു കാലം, ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഒരു കാവ്യ ഭാഷ. ഒരു കാലം 1 വർഷം, 2 കാലം 3 വർഷം, പിന്നെ അരക്കാലം 3.5 കൊല്ലം. 3.5 കൊല്ലം അവളെ
സംരക്ഷിക്കാൻ ഒരിടം എവിടെയുണ്ട്? മരുഭൂമിയിൽ. മരുഭൂമിയിൽ. ഞാനിത് പറഞ്ഞപ്പോൾ അറബിയോ പെട്രയെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു. ഈ പെട്ര കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. വിശാലമായ മരുഭൂമി, ആ മരുഭൂമിക്കുള്ളിൽ നിരവധി ഗുഹകൾ, ആയിരക്കണക്കിന് ആളുകൾക്ക് സുഖമായി കഴിയാൻ സൗകര്യം, പ്രകൃതിദത്തമായ നിരവധി അറകൾ, ഇടങ്ങൾ. ഇങ്ങനെ മരുഭൂമിയിൽ എവിടെല്ലാമുണ്ട്. ബങ്കറുകൾ പോലെ നിരവധി പ്രകൃതിദത്ത ഇടങ്ങൾ. ഈ പ്രകൃതിദത്ത ഇടങ്ങളെ തൻ്റെ മക്കളാകുന്ന ഇസ്രയേൽ മക്കളെ സംരക്ഷിക്കാൻ, സൂക്ഷിക്കാൻ യെശുക്രിസ്തുവിൻ്റെ ഭരണകാലം ശക്തിപ്പെടുമ്പോൾ അവൻ്റെ മുദ്രയേൽക്കാതെ ഒളിച്ചിരിക്കാൻ പാകത്തിനുള്ള രക്ഷാ ഇടങ്ങളായി ഈ പെട്ര പോലെയുള്ള ഇടങ്ങൾ ഭൂമിയിലുണ്ടെന്ന്. ദൈവം അത് അവർക്കായിട്ടൊരുക്കിയിട്ടുണ്ട്. പെട്രയാകണമെന്നില്ല. പെട്ര പോലെയുള്ള നിരവധി ഇടങ്ങൾ, മനുഷ്യ സ്പർശമേൽക്കാത്ത, മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഇടങ്ങൾ അങ്ങനെയുണ്ട്. അപ്പം എങ്ങനെയാണ് അവർ സൂക്ഷിക്കപ്പെടുന്നത്? വായിച്ചേ. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന്. അതിൽക്ക് അവിടെ ഒരു ഭാഗമുണ്ട്. ഇതിന് തെളിവാ ഗുഹയിൽ കഴിഞ്ഞ ഏലിയാവ്. 50 പേരായി ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഒളിപ്പിച്ചു വെച്ച ഒബദ്യാവ്. ആ ഘട്ടത്തിൽ ഞെരുക്കത്തിൻ്റെ അപ്പം വെള്ളവും കൊടുത്തവൻ പരിപാലിക്കപ്പെടുന്നത് പോലെ ഇസ്രയേൽ മക്കൾ പരിപാലിക്കപ്പെടും വളരെ നല്ല നിലയിൽ. കണ്ടിന്യൂ ചെയ്യാം. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് ആ. അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഭൂമി തുണ നിന്നു, അവൾക്ക് സംരക്ഷണമൊരുക്കി. കാരണം ദൈവം കൽപ്പിച്ചാൽ സംരക്ഷണമാ. അപ്പം ദൈവം കൽപ്പിച്ചാൽ സംരക്ഷണമോ? ഒരനുഭവം പറയുന്നത് ഈ ഘട്ടത്തിൽ നന്നായിരിക്കും. ഞാൻ അറേഞ്ചിലൊരിടത്ത് സുവിശേഷ പ്രസംഗത്തിനായിട്ട് ചെന്നാണ്. അന്ന് ഭക്ഷണം കഴിക്കാനൊരു മല കയറിപ്പോണം. അപ്പോൾ നടന്ന് ആ മല കയറി ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരും വഴിക്ക് വീടുതെല്ലാം രണ്ടുമൂന്നൊരു പതിയിരിക്കുകയാണ്. അത് പിന്നെ അറിയുന്നത്. അപ്പം ഈ പ്രസംഗം ദൂരെ നിന്ന് കേട്ടപ്പോൾ ഓർത്തു, ഭീകരരൂപിയായ മനുഷ്യനായി സംസാരിക്കുന്ന കൊണ്ട് ഒരു ഗുണ്ടാപ്പട തന്നെ എന്നെപ്പോലും ഇതിനെ തല്ലാനേ എന്തോ ഒരു നാണം കെട്ട പണിയാന്ന് ഓർത്ത് അവരോന്നിങ്ങനെ ഒളിച്ചിരിക്കുക. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ പോന്നു, തന്നെ വണ്ടി ഓടിച്ച് വീട്ടിൽ പോന്നു. പിറ്റേന്ന് രാവിലെ പാസ്റ്റർ വിളിച്ചു, ദിവാസന ഒരു വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു, ഓ ഇന്നലെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ചെറുപ്പക്കാർ ഇവിടെ ക്ഷമ പറയാൻ വന്നു. ഞാൻ എന്താ ക്ഷമ? പാസ്റ്റർ തല്ലാനിങ്ങനെ ആളുകൾ കൊക്കോത്തോട്ടത്തിൽ പതിയിരിക്കുക. അപ്പോൾ പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞു അവൻ കൊക്കോത്തോട്ടമാണ്, ഞാൻ കൊടിത്തോട്ടമാണെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. കാരണം വീട്ടിൽ വന്നല്ലോ, നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. അവൻ എന്നെ മനസ്സിലായില്ലെന്ന് പറഞ്ഞു. ഒന്നുമല്ല, അവർ കയറി വരുമ്പോൾ മുമ്പോട്ടാഞ്ഞു വരുമ്പോഴേക്കൊരു മൂർഖൻ കണ്ടിങ്ങനെ വരും കൊത്താൻ. കാല് പിന്നോട്ട് വലിക്കും, മൂർഖൻ അവിടെ താഴും. അവർ മണിക്കൂറുകൾ പണിപ്പെട്ടിട്ട് പാമ്പ് മുമ്പോട്ട് വിടുന്നില്ല. തിരിച്ചു പോകാൻ പേടി. ഒരു വിധത്തിൽ വീട്ടിൽ പോയി രാത്രി വിളിച്ച് ക്ഷമ പറഞ്ഞു. പല രസം അതല്ലെന്നേ. ഇവർ തെരഞ്ഞുകൊണ്ട് ഈ മൂർഖനെ തല്ലാൻ പദ്ധതിയിട്ട് ഇവിടെങ്ങാനുണ്ടോ, മനുഷ്യൻ പോകേണ്ട വഴിയല്ലേ, പാട്ടുകാർക്കൊക്കെ പോകണം. അപ്പോൾ അതൊക്കെ ഈ സ്ഥലത്ത് നിന്ന് ഈ പറഞ്ഞ ഭാഗത്ത് ചവിട്ടിയപ്പോൾ പഴയ പോലെ മൂർഖൻ പൊങ്ങി. അടി അറിയാവുന്നൊരുത്തൻ്റെ ഒറ്റ അടി മൂർഖൻ പെടയാതെ താഴെ വീണു. ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മൂർഖനല്ല, ഒരു വാഴക്കച്ച. പിന്നെ ഇവിടെ നിന്ന് ചവിട്ടുമ്പോൾ ഈ വാഴക്കച്ചി ഇങ്ങനെ പൊങ്ങും, കാല് വലിക്കുമ്പോൾ അതങ്ങ് താഴും, പിന്നെ അവൻ ചവിട്ടും, പാമ്പ് പൊങ്ങും. മനസ്സിലായോ? അതിനൊരു 6-7 അടി. ഒരുത്തൻ തൂക്കുമായിട്ടോ എന്നാ വെടിവെക്കാൻ. ഉന്നറിയാവുന്ന ഉന്നം പിടിച്ചു, ഇതിന് മറ്റവൻ അടി കഴിഞ്ഞു, താഴെ വീണു, അടി കിട്ടി പാമ്പ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എടാ നിന്നെയൊക്കെ പേടിപ്പിക്കാൻ മൂർഖം പോലും വേണ്ട, വാഴക്കച്ചി മതി. മനസ്സിലാക്കണം, നീ നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ അഡ്രസ്സ് പഠിക്കണം, നീ ആരാന്ന്.
ഹല്ലേലൂയ. ആ, നമുക്ക് ദൈവം സംരക്ഷണ വല ഒരുക്കിയാൽ പിന്നൊന്നും പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ, അടുത്തേക്ക് പോകാം. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ആ, അപ്പോൾ 10 കൊമ്പും മറ്റേ കക്ഷി വായിച്ചോ. 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മഹാസർപ്പം വെട്ടേറ്റ് തള്ളിയിട്ടവനെ താഴെയിട്ടു. കരയിൽ നിന്ന് ജനസമുദായ കടലിൽ നിന്ന് ഒരു എതിർക്രിസ്തുവായവൻ വന്നു. പിന്നെ 11-ാം അധ്യായത്തിലേക്ക് ഇറങ്ങുമ്പോൾ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു കള്ളപ്രവാചകൻ വന്നു. ഇപ്പോൾ വായിച്ചതിൻ്റെ ബാക്കി വായിച്ചുകൊണ്ട് പോയിക്കോളൂ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും പിന്നെ അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. പിശാചായവൻ ഈ ലോകപ്രഭുവിന് അധികാരവും ശക്തിയും കൊടുത്തു. പിശാചാവേശിച്ച ഒരു മനുഷ്യൻ, ഒരു തന്ത്രജ്ഞൻ, ഉപായ ബുദ്ധിയുള്ള രാജാവ്. പിന്നെ അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ഒരു ഘട്ടം വന്ന പരാജയത്തിന്റെ അനന്തരം ശക്തി ആർജിച്ചവൻ വരുന്നു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. ആ ക്ഷീണമൊന്നും അറിയാത്ത വിധത്തിൽ മഹാസർപ്പം ഈ മൃഗം കരുത്ത് കാട്ടി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. സർവഭൂമിയും ഇവന്റെ കഴിവ് കണ്ട് അവനെ കണ്ട് വിസ്മയിച്ചു. പിന്നെ മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അപ്പം മൃഗത്തിന് അധികാരം കിട്ടി. ലോകസമാധാനത്തിന്റെ വക്താവായി ഉലകത്തെ നയിച്ചുകൊണ്ടു പോകാൻ ഇതാ 8-ാമത്തവൻ, 7 പേരിൽ ഉൾപ്പെട്ടവൻ, ഉപായബുദ്ധിയുള്ള രാജാവ്, വിക്രമനായ പ്രഭു, ചെറിയ കൊമ്പ്, അധർമ്മമൂർത്തി, അധർമ്മത്തിന്റെ മർമ്മം, കൗലടകൻ, ഈ നാമങ്ങളിൽ വിശേഷിക്കപ്പെട്ട എതിർക്രിസ്തു സന്നദ്ധനായി വരുമ്പോൾ മഹാസർപ്പത്തെ നമസ്കരിക്കാൻ ലോക സമൂഹം തയ്യാറാകുന്നു. എതിർക്രിസ്തു വർഷിപ്പ് ചെയ്യപ്പെടുന്നു. അതുവഴി പിശാച് വർഷിപ്പ് ചെയ്യപ്പെടുന്നു. അവരെ സഹായിക്കാൻ ഒരു ശക്തി പുറപ്പെടുന്നു. അതാണ് കള്ളപ്രവാചകൻ. പിന്നെ മൃഗത്തോട് തുല്യൻ ആർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. മൃഗത്തെ നമസ്കരിച്ചു, സാത്താന്യ ശക്തിയെ നമസ്കരിച്ചു. ഇന്ന് നമ്മൾ കാണുന്നു ലോകം അതിൻ്റെ ഗവേഷണ നിരീക്ഷണങ്ങളിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അത്യുച്ചകോടിലെത്തി നിന്നിട്ടും കാലം ലോകത്തിൻ്റെ മഹാഭൂരിപക്ഷം ആളുകൾ ആൾദൈവ നമസ്കാരികളായി, ബിംബാരാധികളായി, ഫോഷ്കിൽ ഇഷ്ടപ്പെടുന്നവരായി, ക്ഷുദ്രക്രിയകളിൽ താല്പര്യപ്പെടുന്നവരായി, മാന്ത്രിക ശക്തികളെ പൂജിക്കുന്നവരായി, ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നവരെ സഹകരിക്കുന്നവരായി ലോകം മാറുന്ന കാഴ്ച കാണാം. അപ്പോൾ ഈ പിശാചിനെയും എതിർക്രിസ്തുവിനെയും ഒരുപോലെ നമസ്കരിക്കുന്ന ലോകം. പിന്നെ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. 42 മാസം 3.5 കൊല്ലമാണ്, 1260 ദിവസമാണ്. അത്രയും നാളാണ് അവന് അധികാരം കിട്ടിയത്. പിന്നെ അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ഒരു കാര്യം പഠിക്കണം. എല്ലാവരാലും ആക്രമിക്കപ്പെടുന്ന ഒരു മാർഗം യേശുവിൻ്റെ മാർഗമല്ലേ? എല്ലാവർക്കും നമ്മൾ ഒരുപോലെ ശത്രുവാകുന്നത് എന്ത് ചെയ്തിട്ടാണ്? നമ്മൾ ബാങ്ക് കൊള്ളയടിച്ചോ? ഞാനതുകൊണ്ട് ഒരു പ്രസംഗത്തിൽ സംസാരിച്ചൊരു കാര്യം, ഈ അമൃത TV ട്രോൾ ചെയ്തിട്ടുണ്ട് കളിയാക്കിയിട്ട്. അമൃത TVയുടെ ആ സംഗതി യൂട്യൂബിൽ കിടപ്പുണ്ട്. സിനിമയുടെ ഒരു ഭാഗമൊക്കെ എടുത്തിട്ട് അവർ പരിഹസിച്ചൊരു ഭാഗം. എങ്കിലും സുവിശേഷം ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടമായി. കാരണം ഞാൻ പറഞ്ഞ പ്രസംഗം കുറേ പേരൊക്കെ കേട്ടിട്ട് അതിങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് ഒരു സ്നേഹബുദ്ധിയാലുള്ള ചലഞ്ചായിരുന്നു. ട്രിവാൻഡ്രത്ത് നടത്തിയൊരു പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട ഭരണഘടനയെ, കേരളത്തിലെ സർക്കാരിനെ ചലഞ്ച് ചെയ്തുള്ളതാണ്. ഒരു സ്നേഹബുദ്ധിയാലുള്ള ചലഞ്ച്, അല്ലാതെ വാട കാണിക്കുക എന്നുള്ളതല്ല. ചലഞ്ച് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് മറ്റു മലയാളമില്ല, കൊണ്ട് പറഞ്ഞാണ്. എന്താ അത്? നിങ്ങൾ ഈ മതസ്ഥാപനങ്ങളൊക്കെ റെയ്ഡ് ചെയ്യാണ്. ഇവിടെ നിന്നെല്ലാം പിടിച്ചെടുക്കുന്നത്, സമാധാനം പറയുന്നിടത്തുനിന്ന് പിടിച്ചെടുക്കുന്നത് വടിവാള്, സ്ഫോടക വസ്തുക്കൾ, വിനാശകാരിയായ കാര്യങ്ങൾ, ആക്രമിക്കാൻ ആഹ്വാനം തരുന്ന ലഘുലേഖകൾ, ഇതൊക്കെ ചെയ്യുക. പക്ഷേ
ഈ പോകുന്ന പോക്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ഹാളുകളും കൂടെ ഒന്ന് റെഡി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതാ ചലഞ്ചെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് റെഡി ചെയ്ത് വാ, നമ്മുടെയൊക്കെ വീടുകൾ, നമ്മുടെ ഹാളുകൾ. എന്താ കാര്യം? വിശ്വാസത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു വെടിമരുന്ന് പ്രയോഗിക്കാത്ത, ഒരു പിടി വെടിമരുന്ന് പ്രയോഗിക്കാത്ത, ഒരു പിച്ചാത്തി കയ്യിലെടുക്കാത്ത, ഒരായുധം ധരിക്കാത്ത, ആരെയും ഉപദ്രവിക്കാത്ത, ഉപദ്രവിക്കണം എന്ന് പഠിപ്പിക്കാത്ത ഒരേ ഒരു മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി ഒരു ഓലപ്പടക്കം പൊട്ടിക്കാത്ത ഒരൊറ്റ മാർഗം ലോകത്തുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. ആരെയും ഉപദ്രവിക്കാത്ത മാർഗം. പക്ഷെ ലോകത്തേറ്റവും അധികം ശത്രുക്കളുള്ളവർക്കാ നമുക്ക്. നമ്മൾ കൊള്ളയടിച്ചോ, നമ്മൾ ചീത്ത പറഞ്ഞോ, നമ്മൾ തല്ലാൻ കൂടിയോ, യുദ്ധത്തിന് ആഹ്വാനം ചെയ്തോ, നികുതി അടക്കില്ലെന്ന് പറഞ്ഞോ, തെരുവ് സംഭിപ്പിക്കുന്ന സമരം നടത്തിയോ, എന്താ ഞങ്ങൾ ചെയ്ത സാമൂഹ്യ ദ്രോഹം? ഒരു ദ്രോഹവും ചെയ്യാത്ത ഈ സമൂഹത്തെ ഉലക ശക്തികൾ ഒന്ന് ചെറുക്കാൻ കാരണം പഠിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ഈ എതിർപ്പിൻ്റെ പിന്നിലെ കാരണം ഇതിൻ്റെ പിന്നിലെ ശക്തിയുടെ പ്രദർശനമാണ്. ആ ശക്തിയുടെ സംഭരണശാലകളാണ് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവത്തിലുമെങ്കിൽ അത് നമ്മുടെ പരിമിതിയല്ല, നമ്മുടെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അടുത്തേക്ക് വരാം, വായിക്കാം. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. പിന്നെ സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. പിന്നെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. നമ്മളല്ലാത്തവരെല്ലാം അതിനെ നമസ്കരിക്കും. പിന്നെ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോവും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അവൻ മുമ്പേ പറഞ്ഞ കക്ഷിയാ. ഇവർക്ക് ഇടയിലൊരു ഇടനിലക്കാരൻ വേണം. ഇവൻ കൊള്ളാമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന പ്രോഫറ്റാണ് അവൻ. ഇത് ഒരു സിസ്റ്റമാണ്. ഇടനിലക്കാരനായി വർത്തിക്കുകയാണ്. എന്നിട്ട് അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അതൊന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെയും നമസ്കരിക്കുമാറാക്കുന്നു. അവനാണ് ഇത് കൊള്ളാമെന്ന് നമസ്കരിപ്പിക്കാൻ തയ്യാറാകുന്നത്. എന്നിട്ട് അത് മനുഷ്യർ കാണുകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. പിന്നെ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുക, പ്രതിമയെ കൊണ്ട് സംസാരിപ്പിക്കുക ഇത്യാദി പരീക്ഷണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. ഇനി അതതിൻ്റെ പൂർണ്ണകായ അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും കാലത്തിൻ്റെ പുരോഗതിയിൽ ഇങ്ങനെ ഒക്കെ സംഭവിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയും വിധം അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ സമൃദ്ധമായിട്ടുണ്ട്, അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എതിർ ക്രിസ്തു എന്നവൻ ഉലകത്തെ ഭരിക്കുന്നത് എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാകും എന്ന് നിങ്ങൾ ഓർക്കണം. ഇനി ലോകത്തെവിടെങ്കിലും ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഒരു ഭരണാധികാരി എഴുന്നേറ്റാൽ അവൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, ഡിജിറ്റൽ ടെക്നോളജിയുടെ ആ കഴിവില്ലാത്ത ഒരുവനാണെങ്കിൽ യാന്ത്രികമാകും ആ രാജ്യത്തിൻ്റെ ഭരണം. അതുകൊണ്ട് ഇത്തരം ഒരറിവുള്ള സൂപ്പർമാനെ, അധികായന്മാരെ, വിശാല വീക്ഷണമുള്ളവരെയാണ് ലോകം അധികാരികളായി തിരയുന്നത്. അതിന് കഴിയാത്ത ഭരണകൂടങ്ങൾ പ്രവിശ്യാ സർക്കാരുകളായി ഒതുങ്ങിക്കൊണ്ട് ഒരധികാരിയുടെ കീഴിൽ സ്വതന്ത്ര രാജ്യങ്ങളായി മറ്റ് രാഷ്ട്രങ്ങൾ നിലകൊള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് കാലം കടന്നു പോകുന്നു. ഇതാണിപ്പോൾ വായിച്ചതിൻ്റെ ചുരുക്കം. പിന്നെ അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും
വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. അപ്പോൾ കേട്ടാട്ട് നമ്മളോട് എന്തോ യോഹന്നാൻ പറയുന്നേ, അല്ലെ ദൂതൻ പറയുന്നത്? ബുദ്ധിയുള്ളവൻ അത് ഗണിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഗണിക്കാൻ തുടങ്ങാൻ പറയാം 666. ഇത് സമ്മതിക്കല്ലേ? എന്താ ചെയ്യുന്നത്? അപ്പം ഇത് പറയണമായിരുന്നു. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് 666 എന്ന് വച്ചാൽ നേരിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ സംഖ്യ നമുക്ക് 666 കിട്ടും. പക്ഷെങ്കിൽ 666 പ്രത്യക്ഷമായിട്ട് അവനിലെങ്ങും കാണാൻ പറ്റില്ലെന്ന്. നെറ്റിയിലും വലങ്കയിലും കൊണ്ട് 666 സീൽ ഓടിച്ചിട്ട് പോകുന്നല്ല, മറിച്ച് നെറ്റിയിലോ വലങ്കയിലോ കിട്ടുന്ന മുദ്രയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സംഖ്യ ചെന്നെത്തുന്നത് 666. അത് ഗണിച്ചിട്ട് നോക്കണം 666 ആകുന്നുണ്ടോ. അത് ഗണിക്കട്ടെന്ന് പിടികിട്ടിയോ? ഉത്തരം ആദ്യം തന്നു, വഴിക്കണക്ക് നമ്മൾ കൂട്ടിപ്പോണമെന്ന്. ഈ ഉത്തരത്തിൽ ചെന്നെത്തിയാൽ മനസ്സിലാക്കിക്കൊള്ളണമെന്ന്. ഓക്കെ, ഇത്ര ഒട്ടേറെ കണക്കുകൾ എൻ്റെ മുമ്പിലുണ്ട്. അത് പലതും നമുക്ക് ഒരു പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ കഴിയാത്ത ചില പരിമിതികൾ ഉണ്ടെന്ന് കൂട്ടിക്കോ. വ്യക്തിപരമായിട്ട് ഇതൊക്കെ പറയാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒട്ടേറെ കാര്യങ്ങൾ, ഈ സൂചനകൾ എങ്ങോട്ട് പോകുന്നു? അതൊരു മൃഗത്തിൻ്റെ സംഖ്യ. വചനം കൃത്യത പറയുന്നു അത് 666. 666 എന്നുള്ളത് അക്ഷരാർത്ഥത്തിലെങ്ങും പ്രിൻ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെന്നല്ല, മറിച്ച് അത് ചെല്ലുന്നത് 666 ഈ ഗണിതം ചെന്ന് അവസാനിക്കും. അത് ഗണിച്ചറിയട്ടെന്ന് ബുദ്ധിയുള്ളവൻ. ഹല്ലേലൂയ. ഇത് ആരാഞ്ഞറിയുന്നവൻ ഗണിക്കട്ടെ. ഇവിടെ പറയുന്ന ബുദ്ധി ഏതെങ്കിലും വിജ്ഞാനമല്ല, അടിച്ച് ദൈവിക പരിജ്ഞാനമുള്ളവൻ, വചനമറിയുന്നവൻ അത് ഗണിച്ചറിയട്ടെ. അതൊരു മൃഗത്തിൻ്റെ സംഖ്യ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമിട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും അത് പഠിക്കാൻ കഴിഞ്ഞില്ല. അതാരാണെന്നൊക്കെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. അവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിച്ചു. ഇത് ആരാണെന്ന് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 7 പഠിച്ചതാണ്. ഇത് പല വ്യാഖ്യാനങ്ങൾ ഇതും പറയുന്നുണ്ട്. ഒരു പ്രത്യേക പ്രസ്ഥാനത്തിലെ കല്യാണം കഴിക്കാത്ത ഫാസ്റ്റർമാരും അമ്മമാരും ഒത്തിരി ഉണ്ട്. അവരാണിതെന്നൊക്കെ പറയുന്ന വാദങ്ങളുണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവിടെ ദൈവമക്കളേറെയുള്ള ഒരു സമൂഹമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ അവിടെ ഇല്ലാതില്ല. ഒരു വാക്യം വരുമ്പോൾ അവർ ചൂടായിട്ട് മാറും. ഈ ഇത്തരം പ്രസ്ഥാനങ്ങളെല്ലാം പ്രശ്നം. നമ്മൾ ചോദ്യം ചോദിച്ചു വരുമ്പോൾ അറിയില്ല, ചൂടാകാണ് പതിവ്. അങ്ങനെ ഒരുത്തം ചെയ്താൽ അപ്പോഴും ഓർത്തോണം ഉത്തരവില്ല. അവിടെയാണ് ഈ ക്ഷോഭിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം കിടക്കുകയാണ്. അവർ കന്യകമാരാകയാൽ, അപ്പോൾ സ്ത്രീലിംഗായി, സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെട്ട. അപ്പോൾ കന്യകയും സ്ത്രീയും തമ്മിൽ എന്താ മാലിന്യം? രണ്ട് സ്ത്രീയല്ലേ, മനസ്സിലായോ? രണ്ടും ഫെമിനിൻ ജെൻഡറാ. ഇപ്പോൾ ഇവർ ഈ പറയുന്ന അർത്ഥമൊന്നും ബൈബിൾ അതിന് കൽപ്പിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, തിരുവെഴുത്തിൽ ദൈവം ഉപയോഗിച്ച 99% മനുഷ്യരും വിവാഹിതരായിരുന്നു. മോശ, മനസ്സിലായോ? 5 പഞ്ചഗ്രന്ഥങ്ങൾ എഴുതി. പഞ്ചഗ്രന്ഥങ്ങളും യോബിൻ്റെ പുസ്തകം എഴുതിയെന്ന് ധരിക്കുന്നു. സങ്കീർത്തനം 90 എഴുതി. കല്യാണം കഴിച്ചതോ മക്കളുണ്ടായതോ ഇതിന് തടസ്സമാണോ? ആണോ? ശുശ്രൂഷയ്ക്ക് തടസ്സമാണോ? അല്ല. അടുത്തത് ദാവീദ്. ഇങ്ങോട്ട് പഠിച്ച് വന്നാൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ
മരണം കാണാതെ എടുക്കപ്പെട്ടു. എത്ര വിശുദ്ധനായിരിക്കണം അല്ലേ? പക്ഷേ മറ്റൊരു അടുത്ത വാക്യത്തിൽ പറയാ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മനസ്സിലായല്ലോ? കുടുംബജീവിതം, ഭാര്യ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയോടും കുടുംബത്തോടും ഒക്കെ കൂടെ ജീവിക്കുന്നത് പാപമായി ബൈബിൾ കാണുന്നില്ല. ഉൽപ്പത്തിൽ പറയുന്ന പാപം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒന്നുമല്ലെന്ന് മാത്രമല്ല, അനുഗ്രഹമായി ഉൽപ്പത്തിയിൽ ദൈവം നമുക്ക് തന്നാണ് കുടുംബജീവിതം. നീ സന്താനപുഷ്ടിയുള്ളവനായി പെറ്റി പെരുകി ഭൂമി മുഴുവൻ നിറയാൻ ദൈവം കൊടുത്ത ബ്ലെസ്സിങ് ആണ് ആദമിന്. മനസ്സിലാകുന്നോ? അനുഗ്രഹമാണത്. വിവാഹം കഴിക്കാതെ ശുശ്രൂഷ ചെയ്തു എന്ന് അനുമാനിക്കാവുന്ന ഒരു ക്യാരക്ടർ ബൈബിളിലുണ്ട്, ഇല്ലെന്നല്ല പൗലോസ്. കഴിച്ചെന്നോ കഴിച്ചില്ലെന്നോ തെളിവില്ല, പക്ഷേ കഴിച്ചില്ലെന്ന് വിശ്വസിക്കാനാ ന്യായം. അതിനാ ന്യായം. കാരണം അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഒന്നും പരാമർശമില്ല. കഴിച്ചില്ല, അതാകും ശരി. പക്ഷെങ്കിൽ ആ പൗലോസ് പറയുന്ന വാദങ്ങളിൽ വിവാഹം കഴിക്കാതെ ഒരുവൻ ശുശ്രൂഷ നിർവഹിക്കുന്നെങ്കിൽ നന്ന്. പക്ഷെ വേദപുസ്തക വീക്ഷണത്തിൽ വിവാഹം കഴിക്കാത്ത ഒരാൾ പാസ്റ്ററായിരിക്കാൻ അനുമതി ഇല്ല. മറ്റു ശുശ്രൂഷയൊക്കെ ചെയ്യാം, സുവിശേഷകനാകാം. എന്തേ കാര്യം? അധ്യക്ഷൻ, ബിഷപ്പ്, അതല്ലെങ്കിൽ ഡീക്കൺ, അല്ലെങ്കിൽ എൽഡർ, ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ഈ സഭയിൽ ബിഷപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോണം ഉണ്ട്. എന്നോടൊരാൾ ചോദിച്ചു നിങ്ങൾക്ക് ബിഷപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആരാ? ഞാനാന്ന് പറഞ്ഞു. പുള്ളിക്ക് ആകപ്പാടെ എന്നെ അടിമുടി നോക്കിയിട്ട് ഏതാണ്ടൊരു നഷ്ടബോധം, പിന്നൊന്നും ചോദിച്ചിട്ടില്ല. പിടികിട്ടിയോ? നിങ്ങളുടെ സഭ ബിഷപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ. എടീ എനിക്കതല്ല ഉറപ്പാണ് ഞാൻ ബിഷപ്പാന്ന്. നമ്മൾ ബിഷപ്പാണ്, പുരോഹിതനാണ്, നമ്മൾ അച്ഛനാണ്. അച്ഛനെന്ന് നമ്മളൊരാൾ വിളിച്ചാൽ എനിക്ക് ഒരു വിരോധവും ആ കാര്യത്തിലില്ല. എന്നെ ഒരിക്കൽ അച്ഛനെന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചു അദ്ദേഹം അച്ഛനെന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ ഞാൻ തിരുത്താഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിടീ എനിക്ക് പോപ്പിനേക്കാൾ ധൈര്യം ഉണ്ട് ആ കാര്യത്തിലെന്ന് പറഞ്ഞു. കാരണം മക്കൾ മൂന്നാണ് എനിക്ക്. ആ അർത്ഥത്തില്ല. ഇപ്പോൾ ഒരാളങ്ങനെ വിളിച്ചാൽ ഞാൻ എന്തിനാ എതിർക്കുന്ന ആ കാര്യത്തിൽ? നമ്മൾ അച്ഛനാ, നമ്മൾ പാസ്റ്ററാ, നമ്മൾ ഡീക്കനാ. ഇനിയിപ്പോൾ ഒരുത്തനെ എന്തോ വിളിച്ചാലും നമുക്ക് വിഷയമൊന്നുമില്ല. നമ്മുടെ കാനോച്ചൻ്റെ അടുത്ത് ഞങ്ങളൊരു യോഗത്തിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, IM ബൈബിൾ കോളേജ്. അവിടെ ഈ 4 days ഈ റെവലേഷൻ ഡാനിയലും നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുക. ബ്രദർ, പെന്തക്കോസ്ത് എല്ലാ ചർച്ചക്കാരും പഠിക്കാനുണ്ട്. 100-250 രൂപ പഠിക്കാനുണ്ട്. ഒരു വർഷം മുമ്പൊക്കെ ചോദിച്ചെങ്കിലേ അഡ്മിഷൻ കിട്ടുള്ളൂ. 1.5 മാസത്തെ ക്ലാസ്സാണ്. ഒക്ടോബറിൽ തുടങ്ങും. ഇവിടുന്നൊക്കെ ആളുകൾ ലീവ് എടുത്ത് പഠിക്കാൻ വരും. അഡ്മിഷൻ കിട്ടാൻ പാടാണ്. അപ്പോൾ അച്ഛനും ഞാനും ഒരേ ദിവസം വന്നു. അച്ഛൻ രാവിലെ, ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ വന്നു. അപ്പം അച്ഛൻ ആ സാക്ഷിയെല്ലാം പറഞ്ഞപ്പോൾ ഒരുത്തന്നെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പതുക്കെ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ അച്ഛനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോഴും അച്ഛനാ. എല്ലാം കേട്ട് പറഞ്ഞു ഇനിമേൽ നിങ്ങളെ ആരും അച്ഛനെന്നൊരു വാക്ക് വിളിച്ച് ഞാൻ കേൾക്കില്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് ഞാൻ പറഞ്ഞാൽ മനുഷ്യന് പേടി വരികയല്ല, ബ്രദർ തന്നെ എല്ലാവരോടും അങ്ങ് പറ എന്നെ അങ്ങനെ വിളിക്കരുത്. ബ്രദർ പറഞ്ഞാൽ 10 പേര് അനുസരിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ ഈ ചിരിച്ചുകൊണ്ട് കൈ തുറക്കുന്ന ഒരു മനുഷ്യനാ. സോഹനഘട്ടം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ ഇനി ഒരു കാര്യം ഉറപ്പ് തരാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ അച്ഛൻ എന്ന് വിളിച്ചിട്ടുമില്ല, നാളെയിട്ട് വിളിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. മനസ്സിലായോ? എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാനിതുവരെ എന്നെ അച്ഛൻ എന്ന് വിളിച്ചിട്ടുമില്ല, നാളെയിട്ട് വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അത് നിനക്ക് ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. എന്നാലും നമ്മളെ വല്ലവർക്കും വിളിക്കാൻ ഒരു പേര് നമുക്ക് വേണ്ടിയല്ല, വല്ലവനും വേണ്ടിയാ നമുക്കൊരു പേര്. നമ്മളല്ല നമ്മളെ പേര് വലിയ വിളിക്കുമോ? വല്ലവരും വിളിക്കുക, വിളിച്ചോട്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഒരു അധ്യക്ഷൻ വിവാഹിതനായിരിക്കാൻ വചനം പറയുന്നു. മൂപ്പൻ ഏകഭാര്യയുടെ ഭർത്താവ്. മക്കളുണ്ടെങ്കിൽ അവരെ ദൈവ വചന പരിജ്ഞാനത്തിൽ വളർത്തുന്നവനായിരിക്കണം. ഇതാണ് വചനം തരുന്ന വിവക്ഷ. സ്വന്തം മനസാക്ഷിക്ക് ചൂടുവെച്ച് എന്തെങ്കിലുമൊക്കെ ഉപദേശമുണ്ടാക്കിയിട്ട് ഈ 144,000 ഞങ്ങളാണെന്ന് പറഞ്ഞാൽ അത് പറയാമെന്നുള്ളതിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. വേദപുസ്തകം
അവരെ കൃത്യം എണ്ണി വേർതിരിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഒത്തിരി അവിടെ നിന്ന് കറങ്ങിയാൽ നമുക്ക് പരിമിത ക്ലാസ്സുകളെ ഇനിയുള്ളൂ. അതുകൊണ്ട് സ്പീഡിൽ പോകണം. 15 ഒന്ന് വായിച്ചോളൂ. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളുങ്കു കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ, മൃഗത്തോട് അതിന്റെ പേരിന്റെ സംഖ്യയോട് ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. പിന്നെ അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്. മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി അവർ ചൊല്ലുന്ന മനോഹര ആരാധന. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്നു തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ. ഇവിടെ സ്വർഗീയ ദർശനം ഒരിക്കൽ കൂടി 4 കണ്ടത്. അപ്പോൾ ഏതാണ്ട് ദൈവക്രോധത്തിൻ്റെ ക്രോധകലശ വർഷം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഞാനിവിടെ ഘടന തെറ്റാതിരിക്കാനാണ് വീണ്ടും ഇറങ്ങി വന്ന് ഈ വിഷയങ്ങൾ പറഞ്ഞത്. ക്ലാസ് തീരുമ്പോഴേക്കും നിങ്ങൾക്കതിൻ്റെ ക്രമം കൃത്യം പിടികിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഓരോ അധ്യായത്തിൻ്റെയും പൾസ് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി വായിച്ചാൽ, ഞാൻ തന്ന നോട്ടും ഒക്കെ ആയിട്ട് ഒന്നുകൂടി വായിച്ചാൽ അത് ഗ്രഹിക്കാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു അധ്യായത്തിലേക്ക് പോകും. ഇതെല്ലാം കണക്ട് ചെയ്യാം. 19-ാം അധ്യായം വായിച്ചോളൂ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. ഈ ശബ്ദം ഹലൽ, ഏൽ, ഓ, യാഹ്, ഇത്രയും പദങ്ങളുടെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ എഴുതണം. ഹലൽ അർത്ഥം സ്തുതി, ഏൽ അർത്ഥം സർവശക്തൻ. ഉ എന്നത് വാസ്തവത്തിൽ ഒരു കൺജങ്ഷനാണ്. ഉ, യാഹ്, യാഹുവേ. ഓക്കെ, ഹലൽ, ഏൽ, ഊ, യാഹ്, ഹല്ലേലൂയ. ഓ സത്യത്തിൽ വി ഒ എന്ന് വേണം എഴുതാൻ. വി സൈലൻ്റാണ്. ഊ എന്ന് വായിക്കണം. ഹീബ്രു ആണ്. ഹലൽ, ഏൽ, ഊ, യാഹ്. ഇതിൻ്റെ ഹലൽ, HALLEL, EL വേണേ, അല്ലേ ഹലാൽ എന്നാവും മറ്റേ ഭക്ഷണത്തിൻ്റെ പേര്. എന്തോ പറയും, പറയാതിരിക്കില്ല. ഹലൽ അർത്ഥം സ്തുതി, സ്തോത്രം. ഏൽ അർത്ഥം സർവശക്തൻ. ഊ നിസാര അർത്ഥമേ ഉള്ളൂ. ആൻഡ് കൺജങ്ഷനാണ്. ഓക്കെ, ഹലൽ, ഏൽ, ഊ, യാഹ്. ഏലും യാഹുമായവന് സ്തുതി. ഓക്കെ, സർവശക്തനായ യഹോവയ്ക്ക് സ്തുതി. ഏൽ, ഊ, യാഹ്. ഊ എന്നത് വേറൊരിടത്തും കാണാം ഇതുപോലെ.
കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇമ്മാൻ അർത്ഥം നമ്മോട്. ഏൽ അങ്ങനെയാണ് പറയേണ്ടത്, സ്പ്ലിറ്റ് ചെയ്ത്. ഇമ്മാനു ഏൽ, സർവശക്തൻ ആയ ഏൽ നമ്മോടുകൂടെ. അതും പദങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് വാസ്തവത്തിൽ ആൻറ്റിനുള്ളത്. കണക്റ്റിംഗ് ടു വേർഡ്സ് ടുഗദർ. രണ്ട് വീടുകളെ ഉ എന്ന അക്ഷരം കണക്ട് ചെയ്യുകയാണ് ഹിബ്രുവിൽ. ഓക്കെ, ഖലൽ ഏൽ ഉ യാ. പകലെങ്ങനെയെങ്കിലും നിങ്ങൾ ടൈം കണ്ടെത്തിയാൽ എബ്രായ ബൈബിളും ഗ്രീക്ക് ബൈബിളും അരാമിക് പുസ്തകങ്ങളും വായിക്കാനുള്ള പരിശീലനം ഒരു 3-4 ദിവസം കൊണ്ട് തരാനായിട്ട് സാധിക്കും. അവസരം കണ്ടെത്തുക. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ, ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഫോർഗെറ്റ്. പിടിയിട്ടല്ലോ. ദെൻ ബാക്കി വായിച്ചോ. വേശ്യാവൃത്തി കൊണ്ട്, അത് നമ്മൾ പഠിച്ചൊക്കെ സംഭവം. 19 ബാക്കി. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും. മറക്കല്ല്, നമ്മുടെ ഐക്യ കൺവെൻഷൻ 24 മൂപ്പന്മാരും 4 ജീവികളും. വായിച്ചു. ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണു നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നമ്മുടെ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. ഇവിടെ പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും. ഇത് ഇപ്പം നടക്കുന്നൊരു കാര്യമല്ല, സ്വർഗത്തിൽ കേട്ട ഒരു ശബ്ദമാണ്. ഇത് മനസ്സിലാക്കാതെ ഈ പാട്ട് പാടുന്ന പിള്ളേർ ഒന്നുകൂടെ ഉച്ചത്തിൽ പെരുവെള്ളത്തിൻ്റെ എന്തെല്ലാം ബഹളമാണ്. എന്നാൽ അച്ഛനൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? പെരുവെള്ളത്തിൻ്റെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ എടുക്കുന്ന ശബ്ദമേ പുള്ളി എടുക്കത്തുള്ളൂ അല്ലേ? പാട്ട് പാടുന്നവരും വർഷിപ്പ് ചെയ്യുന്നവരും എല്ലാം കേട്ടോണം. നിങ്ങൾ ഈ ആരാധീരെന്നുള്ള പണി ആദ്യം അങ്ങ് നിർത്തണം. അങ്ങനല്ലേ? കണ്ടോ, അത്യാവശ്യം ഒരാളെ ആഹ്വാനം ചെയ്യുന്നൊരു തെറ്റല്ല. അതല്ല ഈ പറഞ്ഞു വരുന്നത്. എല്ലാവരെയും കൂട്ടി അതിൻ്റെ ഭാഗമാക്കണം. അതിനായി വർഷിപ്പ് ചെയ്യാനൊക്കെ ആളുകൾ വരുന്നേ. പിന്നെ ഒരു കാര്യം, ഈ വർഷിപ്പ് ലീഡറാണ് ഞാനെന്ന് പറയില്ലേ. ബൈബിളൊരു വർഷിപ്പ് ലീഡറെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ പേര് ലൂസിഫർ എന്നായിരുന്നു. അവൻ പോയി. നമ്മളാരും ലീഡർമാരല്ല. പിന്നെ ആരാ? നമ്മൾ വർഷിപ്പ് ചെയ്യാൻ വന്ന എളിയവരിലൊരുത്തനാകും. പിന്നെ ഒരു അവസരം കർത്താവ് ഒന്നുണ്ടെങ്കിൽ പാടാൻ നിൽക്കുന്ന അങ്ങനെ വരണം. കർത്താവിന് വേണ്ടി പാടാൻ കിട്ടിയൊരവസരം, ഞാൻ ലീഡറൊന്നും അല്ല എന്ന് സ്വയം തോന്നണം. ഹല്ലേലൂയ. നമ്മളൊരു നായകനെ സ്തുതിക്കാനായിട്ട് വന്നതാണ്. അവനാണ് നമ്മുടെ ലീഡർ. ഹല്ലേലൂയ, സ്തോത്രം. നായകനൊഴുകിച്ചേർന്ന് അവനെക്കുറിച്ച് പാടുന്നതാണ് ജീവിതത്തിൻ്റെ സന്തോഷം. അപ്പം അതിന് പറ്റിയ നിങ്ങൾക്ക് എന്നോട് ഒരു പിണക്കും പരിവവും പോലൊക്കെ തോന്നി പാട്ട് പാടുന്നവർക്ക്. അപ്പം അതൊന്ന് പരിഹരിച്ച് വേണം മുമ്പോട്ട് വരാൻ. നിരപ്പിൻ്റെ ശുശ്രൂഷ നടക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്ക്. പണ്ടൊരിക്കൽ സമയമെത്തി. പണ്ടൊരിക്കൽ അപ്പോൾ അത് പറഞ്ഞ് നമുക്ക് നിർത്താം. ഒരു രാജ്യം ഒരു പെരുവടിയിലിരുന്ന് പാടുന്ന ഒരു മനുഷ്യനെ പാട്ട് കേട്ട് രാജാവ് വണ്ടി നിർത്തി. കുതിരയെ നിർത്തി രഥത്തിലേക്ക് അവനെ പിടിച്ചു കയറ്റിയപ്പോൾ അവനൊരു മടി. മുഷിഞ്ഞ വസ്ത്രത്തോടെ ഞാൻ എങ്ങനെ രാജാവിൻ്റെ അരിയിലെത്തും? രാജാവ് പറഞ്ഞിട്ട് ഞാനാ പറഞ്ഞ് നീ ഇരിക്കുക. തൻ്റെ രഥത്തോട് പ്രത്യേക സൗകര്യമുണ്ടാക്കി അതിലിരുത്തിക്കൊണ്ട് കൊട്ടാരത്തിൽ വന്നു. ശരീരശുദ്ധി വരുത്തി വരാൻ അവസരം കൊടുത്ത് വിശേഷ വസ്ത്രം ധരിപ്പിച്ച് തൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി ഒരു പാട്ടങ്ങ് പാടാൻ പറഞ്ഞു. അവൻ മനോഹരമായി പാടിയപ്പോൾ രാജാവിൻ്റെ കണ്ണു നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഞാൻ നാളെ അങ്ങയ്ക്ക് വേണ്ടി
ഒരു പുതിയ സംഗീതം കരുതി വെക്കും. പിറ്റേന്ന് അവനെ വീണ്ടും വിളിച്ചു കൊട്ടാരത്തിൽ. പിറ്റേന്ന് അവൻ വന്ന് ഇന്നലെ പാടിയതിനേക്കാൾ മഹത്തരമായൊരു ഗാനം ആ ദേശത്തെക്കുറിച്ച്, രാജാവ് തന്നെ സ്നേഹിച്ചതിനെക്കുറിച്ച്, രാജാവിൻ്റെ വാത്സല്യത്തെക്കുറിച്ച് ഇങ്ങനെ പാടി അവനതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അടുത്ത ഒരു സ്റ്റാൻസ എടുക്കണമെങ്കിൽ ഒരു 3 തവണ കൈയടിക്കണം. ഇങ്ങനെ അടിച്ചെങ്കിൽ ആ പിച്ചിലേക്ക് കയറത്തുള്ളൂ. സംഗീതം അറിയാവുന്ന രാജാവ് ആ കൈയടിച്ചു. അവനങ്ങ് സന്തോഷമായി. അവൻ അടുത്ത ക്ലൈമാക്സിൽ കയറി ഒരൊറ്റ കാച്ച്. രാജാവിൻ്റെ തങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മറ്റൊരു ഘട്ടത്തിലാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അവൻ തൻ്റെ പടയാളികൾക്കൊക്കെ ഉത്തേജനം വരാൻ ദേശഭക്തിയുടെ ഗാനം പാടിപ്പാടി രാജാവിനെ പ്രകീർത്തിക്കും. പടയാളികൾ യുദ്ധം ചെയ്തെങ്കിലും ശത്രുക്കൾ കടന്നു പിടിച്ചു, രാജ്യം പിടിച്ചു. നമ്മുടെ ഗായകനെയും പിടിച്ചു. ഗായകൻ കുറ്റമൊന്നും ചെയ്തില്ല, അതൊക്കെ ഇങ്ങനെ സഹായിച്ചു എന്നുള്ള കുറ്റമുണ്ട്. മറ്റൊരു പറഞ്ഞത് ഒരു കലാകാരനെ കൊല്ലണ്ട, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിച്ചു. കുത്തിപ്പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ ഇവിടുത്തുകാരൻ, ഈ രാജാവിന് വേണ്ടി പാടണം. കൊണ്ടവിടെ ഇരുത്തി. എത്ര ശ്രമിച്ചിട്ടും അവന് പാട്ട് വരുന്നില്ല. പാട്ട് വരാതിരിക്കെ അവൻ പറഞ്ഞു, രാജാവേ, നീ എന്തൊക്കെ തന്നാലും എൻ്റെ രാജാവിനെ കുറിച്ചല്ലാതെ എനിക്കൊരു പാട്ട് വരില്ല. ഹല്ലേലൂയ. അത് കേട്ട് ആ രാജാവ് പറഞ്ഞു, എന്നാൽ നീ നിൻ്റെ രാജാവിനെ കുറിച്ചൊന്ന് പാട്. പാടി തൻ്റെ രാജാവിന് ഏറ്റവും ഇഷ്ടമുള്ള ഗാനം പാടി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു ആവശ്യമുണ്ടവന്, ഈ കൈത്താളം. അത് ചെന്നിടത്തെ ആ പോട്ടനറിയാമോ ഇത് കിട്ടണോ? ഇല്ല. അവൻ പിടിച്ചുവിടെ ഇരുത്തിയേക്കാ. അവിടെ വന്നപ്പോൾ ഈ ഗായകൻ പതറി, കണ്ടമിടറി, അടുത്തത് പാടാൻ പറ്റുന്നില്ല. തൻ്റെ രാജാവിൻ്റെ പേര് പറഞ്ഞ് അടുത്ത സ്റ്റാൻസിലേക്ക് കിടക്കാൻ എനിക്കാരാണൊരു പിന്തുണ തരുന്നത്? കാരണം കണ്ണുകുത്തിപ്പൊട്ടിച്ചു തന്നെ ഒന്നും അറിയാത്തവനായിട്ടിരിക്കെ അപ്രതീക്ഷിതമായൊരു സംഭവം. ആ സംഭവം എന്ത്? താൻ പ്രതീക്ഷിച്ച ആ കൈത്താളം കൃത്യം അനുപാതത്തിൽ കാലക്കണക്കോടിട്ട് കൊടുത്തപ്പോൾ അവനത് പാടി കൊഴുപ്പിച്ച് അവനതിൻ്റെ ക്ലൈമാക്സിൽ പരമകാഷ്ഠയിൽ എത്തിക്കഴിഞ്ഞ് ചോദിച്ചു, അല്ലയോ സ്നേഹിത, ആരാണ് നിങ്ങൾ? ഞാൻ എൻ്റെ ശത്രു രാജാവിൻ്റെ കോട്ടയ്ക്കകത്ത് വന്നിരുന്ന് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എൻ്റെ രാജാവിനെക്കുറിച്ച് പാടുമ്പോൾ എൻ്റെ മനസ്സറിഞ്ഞ് എനിക്കൊരു പിൻബലം തന്ന താങ്കളാരാ പറയൂ. തൊട്ടരികിൽ നിന്നൊരു ശബ്ദം, നിൻ്റെ രാജാവ് തന്നെയാണ് ഞാൻ. എന്നെയും അന്ധനാക്കി തൊട്ടടുത്തിരിപ്പുണ്ട്. പക്ഷേ നിൻ്റെ രാജ്യസ്നേഹം ഈ പ്രതിസന്ധിക്കകത്തും എന്നെ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ട് ചങ്ങല കൂടി പൊട്ടിച്ചു നിനക്ക് വേണ്ടി കൈയടിക്കാൻ ഞാനൊരിക്കൽ കൂടി സന്നദ്ധനാകുന്നു. കാരണം നീ എന്നെക്കുറിച്ചാണ് ഇവിടെയും പാടുന്നത്. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് പറയാൻ ഏതൊരാൾക്കും ഇന്ന് രാത്രി ഈ കഥ ഉത്തേജനം അനുഭവമാകട്ടെ. ഏത് ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്തും എൻ്റെ രാജാവേ, ഞാൻ നിന്നെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കും. പ്രാണൻ പൊലിയുമ്പോഴും ഈ സംഗീതം നിനക്ക് വേണ്ടി മാത്രം. ആശ്ചര്യദായകമായ നിൻ്റെ പാട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം. അവനെക്കുറിച്ച് പാടാൻ കിട്ടുന്നൊരവസരവും അവനെ പ്രകീർത്തിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാതെ ജയജീവിതത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം അവസരവും സാഹചര്യവും തരട്ടെ.